ഫസ്റ്റ് പാരഗ്രാഫിലെ ആദ്യത്തെ രണ്ട് വാചകങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരിക്കലും കൃത്യമായ ആത്മവിശകലനത്തിന്റെ ശീലം യഥാർത്ഥത്തിൽ നേടിയെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് കണക്കെടുപ്പിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ആരോഗ്യകരമായ ഈ ശീലം ഉറച്ച ഒരു ദിനചര്യയായി മാറുമ്പോൾ ഇതിനു വേണ്ട സമയം ഒരു നഷ്ടമാകാത്ത തരത്തിൽ ഇത് കൂടുതൽ രസകരമാവുകയും ലാഭകരമാവുകയും ചെയ്യുന്നു. ആത്മപരിശോധനയ്ക്ക് ചെലവാക്കുന്ന ഇത്തരം നിമിഷങ്ങളും ചിലപ്പോൾ മണിക്കൂറുകളും നമ്മുടെ ഒരു ദിവസത്തിന്റെ അവശേഷിക്കുന്ന മറ്റു മണിക്കൂറുകളെ കൂടുതൽ മികച്ചതും സന്തോഷകരവുമാക്കും. ഒടുവിൽ നമ്മുടെ കണക്കെടുപ്പുകൾ അസ്വാഭാവികമായോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടതോ ആയ ഒന്ന് എന്നതിനേക്കാൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു സ്ഥിര ഭാഗമായി മാറും. ഇതാണ് അപ്പൊ എവരിഡേ ലിവിങ് എന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടുള്ളത്. ശരിയാണല്ലോ അല്ലേ? 10-ാം പടി എന്ന് പറഞ്ഞാൽ തന്നെ ദൈനംദിനമായിട്ട് നമ്മൾ തെറ്റുകൾ അംഗീകരിക്കും, അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തലുമാണല്ലോ. അപ്പൊ 10-ാം പടിയുടെ ലേഖനത്തില് പല രീതിയിലുള്ള ഇൻവെന്ററികൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. അപ്പൊ അതില് ഈ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇതിന് മുമ്പിലത്തെ വരി ഒന്ന് വായിക്കാം. ഇത്തരം ശീലങ്ങൾ രസം കൊല്ലികളും സമയം നഷ്ടപ്പെടുത്തുന്നവയുമല്ലേ. ഏകൾ തങ്ങളുടെ ഉണർവിന്റെ ഏറിയ സമയവും തങ്ങൾ ഒഴിവാക്കിയതോ ചെയ്തു പോയതോ ആയ തെറ്റുകളെ വിരസമായി അയവിറക്കേണ്ടതുണ്ടോ? വേണമെന്നില്ല എന്ന് കഴിഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോ അതിനു മുമ്പ് ഇത്തരം ശീലങ്ങൾ എന്താണ് എന്ന് നോക്കാം. അപ്പൊ ഇതിന് തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫ് കൂടി വായിച്ചാലേ എനിക്ക് ക്ലിയർ ആയിട്ട് വരും. തത്വത്തിൽ എല്ലാ കണക്കെടുപ്പും ഒരുപോലെയാണെങ്കിലും സമയം എന്ന ഘടകം ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കും. നമ്മൾ സംഘർഷത്തിലാകുന്നുവെന്ന് കണ്ടെത്തുമ്പോഴൊക്കെ ദിവസത്തിന്റെ ഏതു സമയവും നടത്താൻ കഴിയുന്ന അപ്പോഴപ്പോഴുള്ള കണക്കെടുപ്പുണ്ട്. ഇതിനെയാണ് സ്പോട്ട് ഇൻവെന്ററി എന്ന് പറയും. പിന്നെ അല്പം മുമ്പ് കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ദിവസത്തിനൊടുവിൽ നമ്മൾ വിശകലനം ചെയ്യുന്നതും ഒരു തരം കണക്കെടുപ്പാണ്. ഇതാണ് ഡെയിലി ഇൻവെന്ററി. ഇവിടെ നമ്മളൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. നന്നായി നിർവഹിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അന്തസ്സ് ഉയർത്തുന്നു, വീട്ടേണ്ട കടങ്ങൾ തിട്ടപ്പെടുത്തുന്നു. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറുടെയോ ആത്മീയ ഉപദേഷ്ടാവിന്റെയോ സാന്നിധ്യത്തിലോ കഴിഞ്ഞ തവണ മുതലുള്ള നമ്മുടെ പുരോഗതിയുടെ ശ്രദ്ധാപൂർവമായ ഒരു വിശകലനം നമ്മൾ നടത്തുന്ന അവസരങ്ങളും ഉണ്ട്. ഇതൊരു പീരിയോഡിക്കൽ ഇൻവെന്ററി അല്ലെങ്കിൽ റാൻഡം എപ്പോഴെങ്കിലും ചെയ്യാവുന്ന ഇൻവെന്ററി എന്ന് പറയാം. ധാരാളം എകൾ വാർഷികാടിസ്ഥാനത്തിലോ അർദ്ധവാർഷികാടിസ്ഥാനത്തിലോ ആലയം ശുദ്ധിയാക്കുന്നു. ഇതൊരു ഇയർലി ഇൻവെന്ററി, ആനുവൽ അല്ലെങ്കിൽ ഹാഫ് ഇയർലി എന്നൊക്കെ പറയാവുന്നതാണ്. അതും പീരിയോഡിക്കൽ ഇൻവെന്ററിയിൽ വരുന്നു. ആത്മപരിശോധനയ്ക്കും ധ്യാനത്തിനും വേണ്ടി അലോസരങ്ങളൊന്നും കൂടാതെ ശാന്തമായി പുറം ലോകത്തു നിന്നെല്ലാം വല്ലപ്പോഴും ഒരിക്കലും പിൻവാങ്ങുന്ന അനുഭവം ഞങ്ങളിൽ ധാരാളം പേർ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ റിട്രീറ്റുകളൊക്കെ ചെയ്യാറുണ്ട് സാർ. റിട്രീറ്റുകളിലൊക്കെ പങ്കെടുക്കും. അവിടെ മെയിനായിട്ട് അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും 2-3 പേരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസറുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കാം. ഇങ്ങനത്തെ റിട്രീറ്റുകളൊക്കെ നടത്തുന്നത് സാധാരണയാണ്. ഇനിയാണ് പറയുന്നത്, ഇത്തരം ശീലങ്ങൾ രസം കൊല്ലികളും സമയം നഷ്ടപ്പെടുന്നവയും അല്ലേ എന്നൊരു ചോദ്യമാണ്. ഏകൾ തങ്ങളുടെ ഉണർവിന്റെ ഏറിയ സമയവും തങ്ങൾ ഒഴിവാക്കിയതോ ചെയ്തു പോയതോ ആയ തെറ്റുകളെ വിരസമായി അയവിറക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊന്നും ആവശ്യമില്ല, വേണമെന്നില്ല എന്നാണ് പറയുന്നത്. ഇനി പറയുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഭാഗത്തുള്ളത്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരിക്കലും കൃത്യമായ ആത്മവിശകലനത്തിന്റെ ശീലം യഥാർത്ഥത്തിൽ നേടിയെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് കണക്കെടുപ്പിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതെ, നമ്മള് കൃത്യമായ ആത്മവിശകലനത്തിന്റെ ഒരു ശീലമില്ലാത്ത ആൾക്കാരെ ഉണ്ട്. അപ്പൊ ഈ കൃത്യമായ ഇടവേളകളിലൊക്കെ ഉള്ള കണക്കെടുപ്പ് ആവശ്യമാണ്. അങ്ങനെ ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. ഇതിന് ഞാനൊരു ഉദാഹരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത് മദ്യപാനികളല്ലാത്ത ചില ആൾക്കാരെ കുറിച്ചാണ്. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വെറും ചില ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരവരുടെ മേഖലകളിൽ വളരെയധികം മികവ് കാണിക്കുന്ന പലരും ഉണ്ടല്ലോ, നമുക്കറിയാലോ പലരും ഉള്ളത്.
അങ്ങനത്തെ ആൾക്കാരിൽ ചിലവരുടെ കാര്യം ഞാൻ പറയുന്നത്. അതായത് അങ്ങനത്തെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ വളരെ അളന്നു മുറിച്ച് സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആർക്കും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പലരും ഉണ്ടാവും അതിൻ്റെ പൊതുമേഖലകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, പൊതുജനങ്ങളായിട്ട് ഇടപെടുന്ന ആൾക്കാര്, വളരെയധികം എന്താ പറയുക, പൊതുജനങ്ങളുടെ ഇടയിൽ ബഹുമാനവും സ്നേഹമൊക്കെ ലഭിക്കുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ടാവും. അങ്ങനത്തെ ചില പേഴ്സണാലിറ്റികളൊക്കെ പെരുമാറുന്നത് ഞാൻ കണ്ടത് ഇവർക്ക് എങ്ങനെ സാധിക്കണു എന്ന് എനിക്ക് പണ്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതായത് ചെറിയ എന്തെങ്കിലും പെശക്ക് അവനവന്റെ വാക്കിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്തും. ആ കൃത്യമായ വാക്കുകൾ കൃത്യമായ സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളും അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിലത്തെ ആ കുറവുകളും അത് അപ്പപ്പോ, അത് അവനവന്റെ ആണെങ്കിലും അവനവന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആണെങ്കിലും ആ കുറവുകൾ അപ്പപ്പോ മനസ്സിലാക്കി അപ്പപ്പോ തിരുത്തും. എനിക്ക് ഒരു പരിചയമുള്ള ഒരു 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 സംഘടനയിലെ ഒരു ഇതിന്റെ മാനേജറായി ഉണ്ടായിരുന്നു. ഞാൻ അസിസ്റ്റന്റ് മാനേജർ. അപ്പൊ അവിടെ മാനേജറായിട്ട് ഇരുന്ന ആ പോസ്റ്റിൽ ഇരുന്ന അയാൾക്ക് ഒരു കഴിവുണ്ട്. ഞാനത് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എന്താണെന്ന്. ആ കഴിവുകൾ ഒന്ന് ഇതാണ്: അയാളുടെ മുമ്പില് എന്തെങ്കിലും മറ്റ് സ്റ്റാഫ് വല്ല പ്രോജക്ട്സുകളോ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലത്ത് എവിടെയാണോ പിശകുള്ളത് കൃത്യമായി അയാളുടെ വിരൽ അങ്ങോട്ട് പോകും. കൃത്യമായിട്ട്. എന്നിട്ട് അയാൾ ചൂടാവുന്നല്ല ചെയ്യുക, ഇവരെ അത് കൂടുതൽ അത് അവെയറാക്കും, ആ അവയർനെസ് കൊടുക്കും. ഈ വാസ് എ വെരി ഗുഡ് മാൻ. എന്താ പറയുക, ആ ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ വാസ് എ വെരി സ്കിൽഡ് എന്താ പറയുക ഒരു മാനേജറായിരുന്നു. പറയാൻ പറ്റില്ല. അപ്പൊ അത് വെറും എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയതല്ല. അത് ചില ആൾക്കാർക്കുള്ള ഒരു ഇതാണ്. അവർ ചിലപ്പോൾ അത് ആർജിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ചില പ്രാക്ടീസ് കൂടെ ആയിരിക്കും. നമ്മൾ ഇങ്ങനത്തെ പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കും ചില കാര്യങ്ങൾ അനുഭവം വരും. എനിക്കും അനുഭവമുണ്ട്. പഴയതിനേക്കാൾ ശ്രദ്ധാലുവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളിലും ശ്രദ്ധ എന്നുള്ളത് വളരെയധികം എന്താ പറയാ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിന് കാരണം ഈ 10-ാം പടി. കാരണം 10-ാം പടിയിൽ കൂടെ തന്നെ ലഭിക്കുന്ന ഒന്നാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ തന്നെ എന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കിട്ടും. അത് നമ്മൾ ശരിക്ക് ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മെഡിറ്റേഷനും ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ചിലപ്പോൾ അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യത്തിലാണ്. അപ്പോ ആരോഗ്യകരമായ ഈ ശീലം ഉറച്ചൊരു ദിനചര്യയായി മാറുമ്പോൾ ഇതിനു വേണ്ട സമയം ഒരു നഷ്ടമാകാത്ത തരത്തിൽ ഇത് കൂടുതൽ രസകരമാവുകയും ലാഭകരമാവുകയും ചെയ്യും. ഈ കണക്കെടുപ്പ് നമ്മളെ തന്നെയുള്ള ഒരു ആത്മപരിശോധന, അത് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് തന്നെ പ്രയോജനം വരുന്നതാണ് പറയുന്നത്. ആത്മപരിശോധനയ്ക്ക് ചെലവാക്കുന്ന ഇത്തരം നിമിഷങ്ങളും ചിലപ്പോൾ മണിക്കൂറുകളും നമ്മുടെ ഒരു ദിവസത്തിന്റെ അവശേഷിക്കുന്ന മറ്റു മണിക്കൂറുകളെ കൂടുതൽ മികച്ചതും സന്തോഷകരവുമാണ്. ഡെഫിനറ്റ്ലി. അതായത് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന സമയങ്ങൾ കൂടുതൽ മികച്ചതല്ലേ ഉള്ളൂ. ഓക്കെ. ഒടുവിൽ നമ്മുടെ കണക്കെടുപ്പുകൾ അസ്വാഭാവികമായോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടതോ ആയ ഒന്ന് എന്നതിനേക്കാൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു സ്ഥിരഭാഗമായി മാറും. ഇത് സ്ഥിരമായിട്ട് ഇത് ശീലിക്കുമ്പോഴാണ് എന്തുകൊണ്ട് അതിൽ പറഞ്ഞത് സന്തോഷകരമായി മാറുന്നു. നമ്മൾ അപ്പോഴപ്പോൾ കണക്കെടുത്ത് നമ്മൾ അപ്പോഴപ്പോൾ തിരുത്തുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സംഘർഷങ്ങൾ മാക്സിമം ഒഴിവാകും. സംഘർഷങ്ങൾ ഒഴിവാകുമ്പോൾ അവനവൻ തന്നെ സാറ്റിസ്ഫൈഡ് ആവും. കുറെ കണ്ടന്റ്മെന്റ് എന്നുള്ള സംതൃപ്തി എന്നുള്ളത് അവനവനിൽ തന്നെ വരും. അങ്ങനെ സംതൃപ്തി വരുമ്പോൾ സന്തോഷം തീർച്ചയായിട്ടും വരും, യാതൊരു സംശയമില്ല. പല സംഘർഷങ്ങളും ഒഴിവാക്കാൻ പറ്റും മറ്റുള്ളവരായിട്ടുള്ള. കാരണം ഞാനൊരു ഉദാഹരണം, നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. മീറ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ പ്രവൃത്തികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു മീറ്റിംഗ്, ഒരു കാര്യം, ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കും. ആ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ ക്രിയാത്മകമായി പങ്കെടുക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ
എൻ്റെ കാര്യം അവതരിപ്പിക്കുന്നതോടുകൂടി മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാനും അതിൽ എത്രത്തോളം നല്ലതുണ്ടെന്ന് അറിയാനും മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാനും എന്നിൽ തിരുത്തുകൾ വരുത്തുമ്പോൾ തിരുത്താനും ശ്രമങ്ങളാണ് വേണ്ടത്. അപ്പൊ ഞാൻ അവിടെ ഒരു ഡിറ്റാച്ച്ഡ് രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ തെറ്റുകളെ കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്കതില് ഞാൻ അത് എന്നെ പേഴ്സണലായിട്ട് ബാധിക്കുന്നില്ല. ഞാൻ അവിടെ നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്ത് കാര്യത്തിനാണോ ഒത്തുകൂടിയിട്ടുള്ളത് അതിന്റെ വിജയത്തിലേക്കാണ് ഫോക്കസ് വരും. അവിടെ അപ്പൊ ഞാൻ എന്നുള്ള ആ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യം ഇല്ലാണ്ടേ വരും. അതിലേക്ക് എങ്ങനെ ഏറ്റവും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേ വരും. ഈ ഒരു ശീലം പണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. പണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡിസ്കഷൻ എന്നുള്ള വെറും പേരാണ്, ആർഗ്യുമെന്റ് എപ്പോഴും ഉണ്ടാവാറ്. പണ്ട് കാലത്ത് 4 പേര് കൂടി ഞങ്ങൾ വിഷയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായ കാഴ്ചപ്പാട് അവിടെ പറയും, അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ പെരുമാറാൻ നോക്കും. അപ്പോൾ ബാക്കിയുള്ളവർ പറയും. അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ സംഘർഷത്തിൽ വരും. അത് കഴിഞ്ഞ് എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെടും. ആ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്ന് അത് ഒരിക്കലും നടക്കാതെ ഒരു കണ്ടീഷനിൽ എത്തിക്കുക. ഇവിടെ ഇതാണ് ഈ ഒരു വലിയൊരു മാറ്റം. ഇത് എയിൽ വരുമ്പോൾ അങ്ങനത്തെ യാതൊരു ഇതില്ല. ഈവൻ മനസ്സിൽ പോലും ഒന്നും തോന്നില്ല. ആ ഒരു ഡിറ്റാച്ച്മെന്റിൽ നമുക്ക് കിട്ടണം. ഇത് ചില ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായ കഴിവുണ്ടാവും കേട്ടോ. ഈവൻ ആൽക്കഹോളിക്സിനും ഉണ്ടാവും. പക്ഷെ ബിൽഡബ്ല്യൂ ഇവിടെ പറഞ്ഞ പൊതുവേ നമ്മളൊക്കെ ഈ ആത്മപരിശോധനയൊക്കെ നടത്താത്ത ആൾക്കാരാവുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്പോട്ട് ഇൻവെന്ററി, ഇതുപോലെ കണക്കെടുക്കപ്പുകൾ അപ്പാപ്പ വേണം, അല്ലെങ്കിൽ ഒരു ഡെയിലി ഇൻവെന്ററി വേണം. അതിനായിട്ട് കുറച്ച് സമയം ചെലവാക്കി കഴിഞ്ഞാലും വിരോധമില്ല. ആ സമയമൊക്കെ ലാഭകരാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഐഡിയ. പത്തമ്പടി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ജെയിംസിന് നന്ദി. ചാലക്കുടി ഉള്ള ജെയിംസാണ് ഡെയിലി അയച്ചു തരുന്നത്. എൻ്റെ ഓരോ മീറ്റിങ്ങിനും ഇത് അയച്ചു തരുന്നത്. പേജ് നമ്പർ 233 എവരിഡേ ലിവിങ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഹാപ്പിനെസ്, നമ്മളുടെ സന്തോഷപ്രദമായിട്ടിരുന്നു. പിന്നെ ഇൻവെന്ററി, നമ്മളുടെ കണക്കെടുപ്പിനെ കുറിച്ച്. പിന്നെ 24 hour ലിവിങ്. യെസ്, ഇതൊരു 24 hour ലിവിങ്. നമ്മൾ 1 day at a time എന്നൊക്കെ പറയില്ലേ, അതിനെയും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഒരു 24 മണിക്കൂറിന്റെ ടൈം ഫ്രെയിമിൽ ജീവിക്കുന്ന എന്നുള്ളത് എന്നെ പറയാനുള്ള ആർക്കെങ്കിലും എന്തായാലും ചേർക്കാനോ ചിലപ്പം അടുത്ത പേജിലേക്ക് അടുത്ത പേജിലേക്ക് പോയിട്ടോ. അത് മതി. എനിക്ക് ഒച്ചയില്ല, അതാ. അതെ, 234 ഫ്രീഡ് പ്രിസണേഴ്സ്, തടവുകാർ, സ്വതന്ത്രമാക്കപ്പെട്ട തടവുകാർ. ഇത് ഈ പേജ് 2 ഭാഗമായിട്ടാണ്, 2 ലെറ്ററുകളിൽ നിന്ന് അടർത്തിയെടുത്താണ്. ആദ്യത്തെ ലെറ്റർ 1949, രണ്ടാമത്തെ ലെറ്റർ 1964. ഓക്കെ, നോക്കാം. Every AA has been, in a sense, a prisoner. Each of us has walled himself out of society. Each has known social stigma. The lot of you folks has been even more difficult. In your case, society has also built a wall around you. But there isn't any really essential difference. A fact that practically all AAs now know. Therefore, when you members come into the world of AA on the outside, you can be sure that no one will care a fig that you have done time. What you are trying to be, not what you wear, is all that counts with us.
ഗംഭീരം. ആർക്കോ അയച്ച ഒരു ലെറ്റർ, അത് ആരുടെയോ ലെറ്ററിന് ഇല്ലെങ്കിൽ ലെറ്റർ ടു എ പ്രസന്റ് ഗ്രൂപ്പാണ്. പ്രസന്റ് ഗ്രൂപ്പിന് അയച്ചതെന്ന് അദ്ദേഹം തന്നെ അടർത്തിയെടുത്ത കുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ്. അപ്പൊ പ്രസന്റ് ഗ്രൂപ്പുകളോട് പറയുകയാണ്, എവ്രി എ ഹാസ് ബീൻ ഇൻ എ സെൻസ് എ പ്രിസണർ. അല്ലേ? നമ്മൾ ഓരോ എക്കാരും ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നമ്മളൊക്കെ ഓരോ തടവുകാരാണ്. ഞാൻ ഇതിന് പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഞാൻ മൂന്നോ നാലോ പ്രസന്റ് ഗ്രൂപ്പുകളിൽ പോയ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇവിടെ പ്രസന്റ് ഗ്രൂപ്പ് ഒന്നും നടക്കുന്നില്ല. അവിടെ രസകരമായിരുന്നു പ്രസന്റ് ഗ്രൂപ്പിൽ. അവിടെ പലരും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളത് പല ആൾക്കാരും ബോധമില്ലാതെയാണ്. ചെയ്യാൻ പറ്റും. അപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനും എന്തോ പ്രസന്റിൽ അടയ്ക്കപ്പെടുന്നവരായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നെ തോന്നുന്നു. അവിടെ ലഹരി ഓരോന്നും ചെയ്യുമ്പോൾ മദ്യലഹരിയിലൊക്കെ ചെയ്യും. എനിവേ, ഈച്ച് ഓഫ് us has walked himself out of society. അപ്പൊ പറഞ്ഞത് ഞാൻ ഓരോ ഏക്കാരും ഒരു വിധത്തിൽ ചിന്തിച്ചാൽ തടവുകാരൻ തന്നെയാണ്. ഈച്ച് ഓഫ് us തടവുകാരായിരുന്നു. Each of us, every A has been in a sense a prisoner. Each of us has walked himself out of society. സമൂഹത്തിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് നടക്കുകയാണ് ചെയ്തത്. സോറി, നോട്ട് വാക്ഡ്, ഹാസ് വാൾഡ് ഹിംസെൽഫ്. അതായത് വാൾഡ് ഹിംസെൽഫ് ഔട്ട് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ അവിടെ ഒരു ചുമര് കെട്ടിപ്പോക്കുകയാണ് ചെയ്തത് നമ്മളൊക്കെ സമൂഹത്തിനോട്. സമൂഹത്തിൽ നിന്ന് സമൂഹവും വ്യക്തിയും തമ്മിലുള്ള അവിടെ ഒരു വലിയ ഒരു ഹിന്ദിയിൽ ദീവാർ ഖടാക്കിയ എന്ന് പറയും, അത് തന്നെ അതാണ് ചെയ്തത്. ഒരു വലിയ ഒരു ചുമര് കെട്ടി. ഈച്ച് ഹാസ് നോൺ സോഷ്യൽ സ്റ്റിഗ്മ. ഓരോരുത്തർക്കും അതിനെ അറിയാവുന്ന ആ സമൂഹത്തിനോടുള്ള ഒരു പ്രത്യേക ഒരു വികാരം ഉണ്ടായിരുന്നു. ഒരു വെറുപ്പെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവജ്ഞയെന്നോ പറയാം, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. The lot of you folks has been even more difficult. Prisoners-നോടാണ് പറയുന്നത് കേട്ടോ. The lot of you folks has been even more difficult. നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ ഇതിനേക്കാൾ ബുദ്ധിമുട്ടിലുള്ള പല രീതിയിലും ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. In your case, society has also built a wall around you. അതാണ്. അപ്പൊ നമ്മൾ മദ്യാസക്തര് എന്തുണ്ടായത്, നമ്മൾ സൊസൈറ്റിയുടെ മുമ്പിലൊരു മതില് പണിത പോലെ അവരെന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് രീതിയിൽ സൊസൈറ്റി അവരെ പുറന്തള്ളി. അതാണ് അർത്ഥം. ഒരു ചുമര് പണിതു എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് സൊസൈറ്റി അവരെ പുറന്തള്ളി. ബട്ട് there isn't any really essential difference, a fact that practically all is now. ഇതിൽ യഥാർത്ഥത്തില് എന്താ പറയാ, ഒരു അവശ്യമായൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു സത്യം എന്താണെന്നുണ്ടെങ്കിൽ പ്രായോഗികമായിട്ട് ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ആ ഒരു കാര്യമാണ് ഇതിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത്. ഓൾ ഏസ് നൗ നോ. ഇപ്പൊ നമ്മൾ ഏസിനെ ഇല്ല, നമ്മൾ റിക്കവറിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതിലെന്താ വ്യത്യാസം. ഒരു ക്രിമിനലിനെ എങ്ങനെയാണ് സമൂഹം കണ്ടിരുന്നത്, ഏകദേശം അതുപോലെ തന്നെ ഒരു ആൽക്കഹോളിക്കിനെ കണ്ടിരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആൽക്കഹോളിക്ക് സമൂഹത്തോടാണ് മുഖം തിരിച്ചത് എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ സമൂഹം ഇവരോടാണ് മുഖം തിരിച്ചത്, ക്രിമിനൽസിനോട്. അത്രേ ഒരു മാറ്റമുള്ളൂ എന്നാണ്. പക്ഷെ എന്നെ പോലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ സമൂഹത്തോട് മാത്രമല്ല മുഖം തിരിച്ചു, സമൂഹം എന്നോട് മുഖം തിരിച്ചു. രണ്ട് രീതിയിലും പറ്റിയിട്ടുണ്ട് ശരിക്കും. എനിവേ, ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ therefore, when you members come into the world of AA on the outside, you can be sure that no one will care a fig that you have done right. അതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ പ്രസന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ കം ഇൻ ടു വേൾഡ് ഓഫ് എ എന്ന ലോകത്തിലേക്ക് വരുമ്പോ
പുറത്തുനിന്ന് വരുമ്പോ ഇല്ലെങ്കിൽ എന്ന ലോകത്തിന്റെ പുറത്തുനിന്ന് വരുമ്പോ യു ക്യാൻ ബി ഷുവർ ദാറ്റ് നോ വൺ വിൽ കെയർ എ ഫിഗ് ദാറ്റ് യു ഹാവ് ഡൺ ടൈം. ആരും നിങ്ങളെ അത് ആരും മൈൻഡേ ചെയ്യില്ല. നിങ്ങള് ഒരു ഒരു സമയം പോലും എന്താണ് ഇഫ് ഫിഗ് ദാറ്റ് യു ഹാവ് ഡൺ ടൈം. എന്താണ് അതിന്റെ ക്ലിയർ മീനിങ് എന്ന് ഞാൻ ഒന്നും കൂടി ഇത് വായിച്ചു നോക്കട്ടെ തറോലി. കാരണം അതിൽ ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട്. You can be sure that no one will care a fig that you have done time. You have done time. നിങ്ങൾ കുറെ സമയം ചെലവഴിച്ചു എന്ന, അല്ലെങ്കിൽ വളരെ ഫിഗ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ചില്ലകൾ കൊമ്പൊക്കെ അല്ലേ ഫിഗ്, അതിനൊക്കെ പറയും ഫിഗ്. തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ തുച്ഛമായ രീതിയിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ആരും കണക്കാക്കില്ല. അതായിരിക്കണം ഇതിന്റെ കോണ്ടെക്സ്റ്റ്. എനിവേ ഐ ആം നോട്ട് ഷുവർ ഈ സെന്റൻസിനെ കുറിച്ച്. therefore when new members come into the world of AA on the outside, you can be sure that no one will care a fig that ഒരു പുല്ലും കരുതില്ല എന്ന് പറയില്ലേ, that you have done time. You have done time. എന്താണ് ടൈം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അറിയില്ല, എനിക്കത് പറയാറില്ല. What you are trying to be, not what you were, is all that counts with us. What you are trying to be. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ പല ആൾക്കാരോടും ഞാൻ പറയാറുള്ളതാണ്. വാട്ട് യു ആർ ട്രൈയിങ് ടു ബി, നിങ്ങൾ എന്താണ് എന്താ പറയാ ആവാൻ ഉദ്ദേശിക്കുന്നത്, നോട്ട് വാട്ട് യു വെയർ. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈസ് ഓൾ ദറ്റ് കൗണ്ട്സ് വിത്ത് us. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ ഇപ്പോഴെന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആകാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ, അല്ലാതെ പഴയതൊന്നും ആരും നോക്കില്ല. ഇത് വളരെ ഒരു വിധത്തിൽ വളരെ ശരിയാണ്. എന്നോട്, അതായത് ഞാൻ സോബറേറ്റിൽ വന്നിട്ട് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമൊക്കെ ആയി കാണും. 7 വർഷമൊക്കെ ആയ സമയത്ത് എന്നോടല്ല എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കുറിച്ച് വേറൊരാളോട് അയാൾ പറയണം, ഞാൻ പണ്ട് ചില കുടിച്ച ഇതുകളും അതിനെക്കുറിച്ചൊക്കെ പറയണം. അതായത് വെള്ളവും സോഡയും ഒന്നും ചേർക്കാണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കല്യാണത്തിന് പോയപ്പോൾ കല്യാണത്തിന്റെ അവിടെ വെച്ചിട്ട് അപ്പുറത്ത് ബീവറേജസിനായിരുന്നു. ബീവറേജസിൽ നിന്ന് വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് അങ്ങനെ തുറന്നിട്ട് വിത്തൗട്ട് എന്താ പറയുക വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ കുടിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അത് അയാൾ അങ്ങനെ പറയുമ്പോ വലിയൊരു തമാശ എന്ന് പറഞ്ഞ പോലെ ആ കേൾക്കുന്ന ആള് അതും എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു. പക്ഷെ അയാൾ ഇപ്പൊ എന്താണെന്ന് നോക്കാനാ പറഞ്ഞു. ഇത് തന്നെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇതെനിക്ക് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അത് ഞാനും പലരോടും പറയണ്ടത്, നിങ്ങൾ പണ്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഇൻവെന്ററിയും ഒക്കെ എടുത്തിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. 6, 7, 8, 9 പടികളിൽ കൂടെ കറക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഇരുന്ന് തൂങ്ങിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പോഴെന്താണെന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. ഓക്കെ, ഇതാണ് ആ ആദ്യത്തെ ലെറ്ററിന്റെ ഭാഗത്ത്. രണ്ടാമത്തെ 1964 ലെറ്ററാണ്. നോക്കാം എന്താ. Mental and emotional difficulties are sometimes very hard to take while we are trying to maintain sovereignty. Yet we do see in the long run that transcendence over such problems is the real test of AA, real test of the AA way of living. Yes. Adversity gives us more opportunity to grow than does comfort or success. Oh, beautiful. 1964 ലെറ്റർ ഇതുപോലെ ആർക്കോ അയച്ച ലെറ്ററിന്റെ അദ്ദേഹം തന്നെ അടർത്തിയെടുത്ത ഭാഗമാണ്. Mental and emotional difficulties are sometimes very hard to take while we are
ട്രൈയിങ് ടു മെയിൻറ്റെയിൻ സോബറൈറ്റി. നമ്മളുടെ ഈ സുബോധം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകാരികമായിട്ടും മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ പല ട്രബിൾസിനെയും പല ഇതിനെയും തരണം ചെയ്യാൻ, അല്ലെങ്കിൽ തരണം ചെയ്യല്ല, അവിടെ അതിനെ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള വലിയ എന്താ പറയാ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത് എന്ന്. Yet we do see in the long run that transcendence over such problems is the real test of the AA way of living. Yes, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്ന എന്താണ്, ഇൻ ദ ലോങ് റൺ, അതായത് ദീർഘകാലത്തേക്കുള്ള ഇത് നോക്കുമ്പോൾ നമ്മുടെ സൊബറൈറ്റി ദീർഘകാല കുറച്ചും കൂടി കാലം പുരോഗമിക്കുമ്പോൾ, കുറച്ച് പഴക്കം വരുമ്പോൾ, that transcendence over such problems is the real test of the AA way of living. ഇതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ പരിക്രമിക്കാൻ കഴിയുന്നു, തരണം ചെയ്യാൻ കഴിയുന്നു. ഈ ബുദ്ധിമുട്ടുകളെയും വൈകാരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മൾ തരണം ചെയ്യുന്ന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഈസ് ദ റിയൽ ടെസ്റ്റ് ഓഫ് ദ AA way of living. നമ്മളിപ്പോ അനുവർത്തിക്കുന്ന ഈ ജീവിത രീതിയെ ശരിക്കും പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും ഒരു പരീക്ഷയാണ് അതിന്റെ മുമ്പിൽ. അത് എനിക്ക് കണ്ടമാനം പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അത് പറയാറുണ്ട്, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ തോന്നാറുണ്ട്. ചില പ്രത്യേകിച്ച് മാനസികവും ഈ പറഞ്ഞ പോലെ വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൂളായിട്ട് തരണം ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ അതിനെ മറികടന്ന് പോവാണ്. ഈ ട്രാൻസെൻഡ്, നമ്മൾ അതിനെ പരിക്രമിച്ച് പോവാണ്, അതിനെ അനുക്രമിച്ച് പോവാണ്. അങ്ങനെ പോണ സമയത്ത് ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആലോചിക്കും, ഓ താങ്ക് ഗോഡ്, ഞാനും തന്നെയാണോ ഇങ്ങനെ ബിഹേവ് ചെയ്ത്, അല്ലെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ബിഹേവ് ഡിഫറെന്റ്ലി, അല്ലെങ്കിൽ ടോട്ടലി ഇൻ ഡിഫറെന്റ് മാനർ. ഇതൊക്കെയാണ് ആ സമയത്ത് വരിക, ആ ചിന്തകള്. അപ്പൊ താങ്ക് ഗോഡ് എന്ന് പറയുമ്പോൾ അത്ഭുതവും. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെ, പ്രത്യേകിച്ചും വൈകാരികവും മാനസികമായിട്ടുള്ള സഡൻ ആയിട്ട് വരുന്നതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു വൈകാരിക പ്രശ്നം വരുമ്പോൾ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരാള് വേറെ രീതിയിൽ പെരുമാറിയാൽ മതി. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് അടുത്ത കാലത്ത് ഒരു ദിവസം ഒരാള് എൻ്റെ മുമ്പിൽ, ഞങ്ങൾ കുറച്ച് അത്യാവശ്യമായിട്ട് പോവുമായിരുന്നു. ഞാൻ കാർ ഡ്രൈവ് ചെയ്യണം. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ കയറിയിട്ട് സൈഡ് തരുന്നില്ല. എന്താ 1-2 പ്രാവശ്യം ഞാൻ ഹോൺ അടിച്ചു. ഏത് വഴിക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കി കഴിഞ്ഞാലും അയാൾ കാർ അങ്ങോട്ട് ഒരു തമാശ കളിക്കണം. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ഞാൻ കുറേ സ്പീഡ് കുറച്ചു, വണ്ടിയുടെ സ്പീഡ് കുറച്ചു. ഈ സ്പീഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ നല്ലൊരു ഡിസ്റ്റൻസിൽ എത്തി. അത് കഴിഞ്ഞ് പതുക്കെ ആ ഒരു ഡിസ്റ്റൻസിൽ കുറച്ച് ദൂരം മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി വീതിയുള്ള ഒരു സ്ഥലത്ത് നല്ല സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് അയാൾ കടന്നുപോയി. അപ്പൊ അയാളുടെ ശ്രദ്ധയും മാറി. ഇത് അടുത്ത കാലത്തുണ്ടായിരുന്നു. എന്നാൽ കുറെ കാലം മുമ്പ് ഇതേപോലെ സിറ്റുവേഷൻ, ഞാനപ്പോ ആ സമയത്ത് അത് തന്നെ ആലോചിച്ചത്. ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാറിൽ പോകുമ്പോൾ, അത് വീതി ഇല്ലാത്ത റോഡിൽ എൻ്റെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ വീതി ഇല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ നിർത്തി എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് വേണം കൊടുക്കാൻ. നോക്കിയപ്പോൾ അയാൾ ഹെഡ്ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു സ്ഥലത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അറിയില്ല. അപ്പൊ അപ്പോഴും വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. വൈഫ് പറഞ്ഞു ചിലപ്പോൾ അവർ വല്ല ആശുപത്രി പോകുന്നതൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ ഞാൻ പതുക്കെ സൈഡ് ചേർത്ത് അയാൾ കയറി. അയാൾ മുമ്പിൽ കയറി കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ പിന്നെ സ്ലോ ആക്കണം. അന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അയാളുടെ പുറകിൽ ചെന്ന് കണ്ടമാനം ഹോൺ അടിച്ചു. അയാൾ എൻ്റെ അടുത്ത് എത്ര ഹോൺ അടിച്ചു അതിന്റെ ഇരട്ടി ഹോൺ ഞാൻ അങ്ങനെ അടിച്ചു. അങ്ങനെ എന്താ പറയാ, വല്ലാണ്ട് ഹോൺ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ അയാളെ ഓവർടേക്ക് ചെയ്തു. അത് അന്നത്തെ ഒരു ദിവസം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ അടുത്ത് ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചു, ഞാൻ അന്ന് എങ്ങനെയാണ് പെരുമാറിയത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെ പെരുമാറി. അതും ഇതുമായിട്ട് എന്തൊരു മാറ്റം. ഇവിടെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ചെയ്തു. അപ്പൊ ഇതാണ് ട്രാൻസെൻഡ് ചെയ്യുക. നമ്മളപ്പോ അങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള
ഒരു ബുദ്ധിമുട്ടിനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. വേറെ പല നമുക്ക് വൈകാരികമായിട്ടും മെന്റലായിട്ടും ഒക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ടാവും. ഇത് ഇങ്ങനത്തെ സമയത്ത് ഇത് ശരിക്ക് എന്താ പറയാ, അത് എനിക്ക് തന്നെ അത്ഭുതമായി. എനിക്ക് അങ്ങനെ ഇത് എന്താ പറയാ ഇത്ര കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ അതാണ് yet we do see in the long run the transcendence over such problems is the real test of the AA way of living. ഇത് ഒരു റിയൽ ടെസ്റ്റാണ്. നമ്മളെ ജീവിത രീതി ജീവിക്കുമ്പോൾ അതിന്റെ ഒരു ടെസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കണക്കാക്കുന്നത്. Adversity gives us more opportunity to grow than just comfort or success. അതെ, ഏറ്റവും നമ്മളുടെ ദുരിതപൂർണമായ സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളിൽ ഏറ്റവും മോശമായ അവസ്ഥ ജീവിതത്തിന്, അങ്ങനത്തെ മോശമായ അവസ്ഥകളാണ് നമുക്ക് കൂടുതൽ അവസരങ്ങളെ തരുന്നത്. എന്തിനാ? വളരാനുള്ള അവസരങ്ങൾ തരികയാണ് ചെയ്യുന്നത്. കൂടുതൽ അവസരങ്ങൾ തരികയാണ് ചെയ്യുന്നത്. ദാൻ കംഫർട്ട് ഓഫ് സക്സസ്. എന്താ പറയുക, നമുക്ക് സുഖപ്രദമായ സമയങ്ങളോ അല്ലെങ്കിൽ വിജയപ്രദമായ സമയങ്ങളോക്കാൾ കൂടുതൽ നമുക്ക് മോശപ്പെട്ട നമ്മുടെ സമയങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥകളാണ് നമുക്ക് വളരാനുള്ള അവസരങ്ങൾ തരുന്നത്. ഇത് റിയലി ഒരു വലിയ കുറെ തത്വങ്ങളാണ്. അപ്പോ LW ഇടയ്ക്ക് ഇങ്ങനെ തത്വമൊക്കെ പറയാറുണ്ടാവും. നന്നായിട്ട് തരും. ആരൊക്കെ അയച്ച കത്താണ്, നന്നായിട്ട്. ലൈക്ക്. അപ്പൊ 234 പേജ് നമ്പർ ഫ്രീഡ് പ്രിസണേഴ്സ് എന്ന് അല്ല, സോറി, അതെ, ഫ്രീഡ് പ്രിസണേഴ്സ് എന്നുള്ള ആ പേജ് സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രോത്ത് ത്രൂ അഡ്വേഴ്സിറ്റി, മോശമായ അവസ്ഥകളിൽ കിട്ടുന്ന കൂടെ ഉള്ള വളർച്ച. പിന്നെ മെമ്പർഷിപ്പിനെ കുറിച്ച് therefore when new members come into the world of AA, അതായത് പ്രിസണേഴ്സിനെ മെമ്പേഴ്സ് ആയിട്ട് AAക്ക് വരികയാണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ടോളറൻസ്, സഹിഷ്ണുത. പിന്നെ ട്രബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ. പിന്നെ ഉള്ളത് അടുത്തത് പേജ് നമ്പർ 235, ലുക്കിംഗ് ഫോർ ലോസ്റ്റ് ഫെയ്ത്ത്. ഞങ്ങളുടെ ഹോം ഗ്രൂപ്പിൽ കൂടി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. നമ്മൾ 12 രണ്ടാം പടി ലേഖനത്തിലുള്ള പേജ് നമ്പർ 28-29. വളരെ കാര്യമായിട്ടാവും, മലയാളം തന്നെ വായിക്കാം. രണ്ടാം പടി ലേഖനം തന്നെ. 28-ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫും 29-ത്തെ ആദ്യത്തെ പാരഗ്രാഫും ഞാൻ വായിക്കാം. അലഞ്ഞു നടക്കുന്ന ഏതൊരാളിനോടും AAയിലെ ഏതൊരംഗത്തിനും പറയാൻ കഴിയും, അതെ, നമ്മൾ നമ്മുടെ ബാല്യകാല വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിച്ചുപോയി. യൗവനത്തിന്റെ അമിത ആത്മവിശ്വാസം നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറത്തായി. തീർച്ചയായും നല്ല ഭവനവും മതപരമായ പരിശീലനവും നമുക്ക് ചില മൂല്യങ്ങൾ നൽകിയെന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കഠിനാധ്വാനികളായിരിക്കണമെന്നും ആഗ്രഹമുള്ളവരായിരിക്കണമെന്നും തികച്ചും സത്യസന്ധരും സഹിഷ്ണുതയുള്ളവരും നീതിയുക്തരും ആയിരിക്കണമെന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. നല്ല പെരുമാറ്റത്തിന്റെയും മാന്യതയുടെയും ഇത്തരം ചെറിയ നിയമങ്ങൾ പര്യാപ്തമാവുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇത്തരം സാധാരണ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ഭൗതിക വിജയം ഞങ്ങളിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ജീവിതമാകുന്ന മത്സരത്തിൽ വിജയിക്കുന്ന പോലെ തോന്നി. ഇത് വളരെ ആഹ്ലാദകരമായി. അത് നമ്മെ സന്തുഷ്ടരാക്കി. മതപരമായ അമൂർത്തതകളെയും മതപരമായ കർത്തവ്യങ്ങളെയും, അല്ലെങ്കിൽ ഇവിടെയും ഇതിനപ്പുറവുമുള്ള നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചിന്തിച്ചു വിഷമിക്കുന്നത് എന്തിന്? ഇവിടെ ഇപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് നല്ലത്. വിജയിക്കാനുള്ള ഇച്ഛ നമ്മെ മുന്നോട്ട് നയിക്കും. പക്ഷെ അപ്പോഴേക്കും മദ്യം നമ്മുടെ വഴിയിൽ തടസ്സമായി വന്നു. ഒടുവിൽ എല്ലാം വട്ടപൂജ്യത്തിലെത്തിയപ്പോൾ എന്നേക്കുമായി അവസാനിക്കാൻ ഒരു ആഘാതം കൂടി മതിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസങ്ങളിലേക്ക് നോക്കേണ്ടി വന്നു.
എയിൽ വെച്ചാണ് ഞങ്ങൾ അത് വീണ്ടും കണ്ടെത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്കും അത് കഴിയും. വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏഴ് അത് കഴിയും വളരെ കറക്റ്റ് തന്നെയാണ്. ഇപ്പോ നോക്കാം എന്താണ് ഇത് പറഞ്ഞത്. അലഞ്ഞു നടക്കുന്ന ആളിനോടും ഏഴിൽ ഏത് രംഗത്തിലും പറയാൻ കഴിയും, അതെ, നമ്മൾ നമ്മുടെ ബാല്യകാല വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയി. യൗവനത്തിന്റെ അമിത ആത്മവിശ്വാസം താങ്ങാനാവുന്നതിനപ്പുറത്തും. ഞാൻ പറയും എൻ്റെ അനുഭവങ്ങൾ. ഞാൻ വളരെ കുട്ടിക്കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർത്തഡോക്സ്, വളരെ എന്താ പറയുക, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, യാഥാസ്ഥിതിക ഫാമിലിയിൽ ജനിച്ച ഒരാളാകൊണ്ടും വളർന്നതുകൊണ്ട് അങ്ങനെ കുറെ വിശ്വാസങ്ങളൊക്കെ എൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. അതൊക്കെ എനിക്ക് യൗവനത്തിന്റെ അമിത ആത്മവിശ്വാസം നമുക്ക് താങ്ങാനാവുന്നതും അപ്പുറത്തായിരുന്നു. അപ്പൊ ബാല്യവിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ആ യൗവനത്തിന്റെ അമിത ആത്മവിശ്വാസം എനിക്ക് കൃത്യമായിട്ട് ഇതൊക്കെ കറക്റ്റാണ് എൻ്റെ ജീവിതത്തിൽ. നമുക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായി. തീർച്ചയായും നല്ല ഭവനവും മതപരമായ പരിശീലനവും നമുക്ക് ചില മൂല്യങ്ങൾ നൽകിയെന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ സത്യം പറയാം, എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല വളരാനായുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നൊരു വീടാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും വഴക്കടിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് പോയി ഞങ്ങൾ തമ്മിൽ അടിപിടിയും ബഹളം. അത് എങ്ങനെ വന്നു എനിക്കറിയില്ല. അപ്പോഴും എനിക്ക് ആ മൂല്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇത് പറയുന്നതൊക്കെ ശരിയാ. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, വേറെ പല കാര്യങ്ങളും എനിക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കഠിനാധ്വാനികളായിരിക്കണമെന്നും ആഗ്രഹമുള്ളവരായിരിക്കണമെന്നും തികച്ചും സത്യസന്ധരും സഹിഷ്ണുതയുള്ളവരും നീതിയുക്തരും ആയിരിക്കണമെന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. ഇതും എൻ്റെ കാര്യത്തിൽ 100% ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെയാണ് അന്നൊക്കെ പെരുമാറിയിരുന്നത്. ഞാൻ ഈവൻ മദ്യപിക്കുന്ന കാലത്ത് തന്നെ ഞാൻ എന്താ പറയാ, ഒരു പൈസ കൊടുക്കാതെയോ അല്ലെങ്കിൽ വേറൊരു കാര്യമില്ലാണ്ട് നീതിയുക്തമല്ലാത്ത ഒരു പെഗ് പോലും കഴിച്ചിട്ടില്ല എന്ന് പറയും. അതും ഞാൻ പറയും. അത് അങ്ങനെ ആയിരുന്നു. ആ ഒരു ജീവിത രീതി അങ്ങനെയായിരുന്നു. ആ ചില പ്രിൻസിപ്പിൾസ് ഞാൻ അന്നും പിടിച്ചിരുന്ന എനിക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. നല്ല പെരുമാറ്റത്തിന്റെയും മാന്യതയുടെയും ഇത്തരം ചെറിയ നിയമങ്ങൾ പര്യാപ്തമാവുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതൊക്കെ മതി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നെ അതായത് ഒരു പ്രാവശ്യം എൻ്റെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് എൻ്റെ അമ്മയും എൻ്റെ വൈഫും അവിടെ ഉള്ള സമയമാണ്. അപ്പൊക്കെ എൻ്റെ മദ്യപാനം നല്ല മൂർച്ഛിച്ചു പോയ കാലഘട്ടം. എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനോട് ഇവര് കംപ്ലൈന്റ്, ഇതെനിക്കറിയില്ല, ഞാൻ അറിയാണ്ട് ഇവർ കംപ്ലൈന്റ് എന്നെ വിളിച്ചു വരും. അവര് 3 പേര് കൂടി എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് 3 പേര്, 2 പേര്, സോറി 3 പേര് 2 പേര് ഇരുന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ എന്നോട് പറഞ്ഞു എന്തോ ആവശ്യത്തിനോടെ വിളിക്കുന്നുണ്ട്, ചെല്ലണം. ഞാൻ വർക്ക് പ്ലേസിലായിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വർക്കിംഗ് ഡ്രസ്സിൽ തന്നെ ചെന്നു. വർക്കിംഗ് ഡ്രസ്സിൽ ചെന്ന് അവിടെ സംസാരിച്ച സമയത്ത് എൻ്റെ കുടിയെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ തന്നെ ഞാൻ എൻ്റെ കുടിയെ കുറിച്ച് നിങ്ങൾക്കാർക്കും ചോദിക്കാനുള്ള അവകാശമില്ല എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും അതേപോലെ മറ്റു കാര്യങ്ങളിലുള്ള എൻ്റെ പെരുമാറ്റത്തിലുള്ള ഇന്റഗ്രിറ്റിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ഞാനന്ന് സംസാരിച്ചിരുന്നു. പക്ഷെ ഇതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നീടാണ് മനസ്സിലായത് എൻ്റെ വൈഫും അമ്മയും 2 പേരും എന്താ പറയുക കംപ്ലൈന്റ് ചെയ്തിട്ടാണ് എന്നെ വിളിപ്പിച്ചതൊക്കെ. അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ വേണ്ട വഴക്കുകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായി വേറെ വിഷയം അറിഞ്ഞപ്പോ. പക്ഷെ ഇവിടെ ഇതൊരു മറയേറ്റെടുക്കുകയായിരുന്നു ഞാൻ. എനിക്ക് എന്തെങ്കിലും ഗുണഗണങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിപരമായ ഗുണഗണങ്ങളെ മുഴുവൻ ഞാൻ മറയാക്കിയിട്ട് മദ്യപാനത്തിനെ ന്യായീകരിക്കാനുള്ള ഒരു ഇതിലാണ് പോയിരുന്നത്. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത്, പെരുമാറ്റത്തിന്റെയും മാന്യതയുടെയും ഇത്തരം ചെറിയ നിയമങ്ങൾ പര്യാപ്തമാവുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതായത് കുടിയെ കവർ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും.
ഇത്തരം സാധാരണ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ഭൗതിക വിജയം ഞങ്ങളിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ജീവിതമാകുന്ന മത്സരത്തിൽ വിജയിക്കുന്നത് പോലെ തോന്നി. യെസ്, മെനി ടൈംസ് അങ്ങനെ ഉണ്ടായി. ഇത് വളരെ ആഹ്ലാദകരമായി. അത് നമ്മെ സന്തുഷ്ടരാക്കി. മതപരമായ അമൂർത്തതകളെയും മതപരമായ കർത്തവ്യങ്ങളെയും അല്ലെങ്കിൽ ഇവിടെയും ഇതിനപ്പുറവുമുള്ള നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നത് എന്തിന്? ഇതും എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പും പറഞ്ഞത് ഞാനൊരു അഗ്നാസ്റ്റിക് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഇതിനെയൊക്കെ കുറിച്ച് എന്ത് ചിന്തിക്കണം, ആര് എന്ത്. അപ്പൊ അവിടെ എൻ്റെ ജോലി സ്ഥലത്ത് എന്താ പറയാ, എൻ്റെ വൈഫ് വലിയ ഭക്തിയായിരുന്നു. ഭയങ്കര പുള്ളിക്കാലത്തെ അമ്പലത്തിലും ഇതിലൊക്കെ പോവും, പാട്ട് പാടും, അവിടെ ഭജനയൊക്കെ ചെല്ലും, തിരിച്ചു വരും. ഞാനതിലൊന്നും പോകാറൊന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവും. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാറിൽ പോകും. എന്നിട്ട് എനിക്കറിയാം ഏകദേശം സമയം അവിടെ എത്ര വരും. അത് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പോകും. ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഈ ആത്മാവിന്റെ അവസ്ഥയും അല്ലാന്നുണ്ടെങ്കിൽ മതപരമായ കർത്തവ്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ഞാനെന്തിനു ബോധറിയണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് നല്ലത്. വിജയിക്കാനുള്ള ഇച്ഛ നമ്മെ മുന്നോട്ട്. അപ്പൊ അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ജോലി കാലത്ത്. എനിക്ക് എങ്ങനെ സർവൈവ് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ സക്സസ്ഫുൾ ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. ഇത് തന്നെ എന്നെ മുമ്പിലേക്ക് നയിക്കും എന്നാണ് ഞാൻ അന്നൊക്കെ നിശ്ചയിച്ചിരുന്നത്. തീരുമാനിച്ചിരുന്നതല്ല, ഞാൻ വിശ്വസിച്ചിരുന്നത് തന്നെ. പക്ഷെ അപ്പോഴേക്കും മദ്യം നമ്മുടെ വഴിയിൽ തടസ്സമായി വന്നു. എക്സാക്ട്ലി അങ്ങനെയൊക്കെ ഒരു സന്ദർഭം വന്ന് ഞാൻ ആ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മദ്യം ഞാൻ വർക്കിംഗ് ഡേയിൽ കൂടി കുടിക്കാൻ തുടങ്ങി. വർക്കിംഗ് ഡേയിൽ, വർക്കിംഗ് ടൈമിൽ കൂടി കുടിക്കാൻ, ഉച്ചയ്ക്ക് കുടിക്കാൻ. ഒടുവിൽ എല്ലാം വട്ടപൂജ്യത്തിലെത്തിയപ്പോൾ എന്നേക്കുമായി അവസാനിക്കാൻ ഒരു ആഘാതം കൂടി മതിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസങ്ങളിലേക്ക് നോക്കേണ്ടി വന്നു. ദിസ് ഇസ് 100%. എൻ്റെ കാര്യത്തിൽ 100% കണ്ടത് എയിൽ വെച്ചാണ് ഞങ്ങൾ അത് വീണ്ടും കണ്ടെത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്കും അത് കഴിയും. ഇതൊരു അഗ്നോസ്റ്റിക്കിനോട് പറഞ്ഞ കാര്യമാണ്. എനിക്കും എയിൽ വെച്ചാണ് ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് അത് എല്ലാവർക്കും കഴിയുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ ബിൽഡബ്ല്യുവിൻ്റെ ഓരോ അനുഭവങ്ങളും എനിക്ക് മിക്കവാറും അനുഭവങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് കറക്റ്റാണ്. ബിൽഡബ്ല്യുവിൻ്റെ അല്ല, ഈ മറ്റേ ബിഗ് ബുക്ക് ആകുമ്പോൾ അതിൽ 100 പേരുടെ എന്ന് പറയാം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ബിൽഡബ്ല്യു തന്നെ എഴുതിയതാണ്. എന്നാൽ കൂടി ബിൽഡബ്ല്യുവിൻ്റെ അനുഭവങ്ങൾ എന്ന് തന്നെ പറയാവുന്നതാണ്. നോക്കാം. അപ്പോൾ പേജ് നമ്പർ 235, ലുക്കിംഗ് ഫോർ ലാസ്റ്റ് പേജ്. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് അംബിഷൻ. അംബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള ആഗ്രഹം, മെച്ചപ്പെടാനുള്ള ആഗ്രഹം, ഉത്കർഷ ഇച്ഛ എന്നൊക്കെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫെയ്ത്ത്, വിശ്വാസം. പിന്നെ സക്സസ്, വിജയം. പിന്നെ ലാസ്റ്റ് സറണ്ടർ. ടോട്ടലി അടിയറവ് പറയില്ല. എനിക്ക് ഞാനിവിടെ സംശയം പ്രകടിപ്പിച്ച അതിന് മെറ്റയിൽ എന്നുള്ള ആൻസർ എനിക്ക് ജെയിംസ് അയച്ചു തന്നിട്ടുണ്ട്. യു ഹാവ് ഡൺ ടൈം ഈസ് എ കൊളോക്കിയൽ വേ ഓഫ് ആസ്കിങ് ഇഫ് സമ്മൺ ഹാസ് സ്പെൻഡ് ടൈം ഇൻ പ്രിസൺ ഓർ ജയിൽ. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓഫൻ ഇംപ്ലൈയിങ് ദേ ഹാവ് ബീൻ കൺവിക്റ്റഡ് ഓഫ് എ ക്രൈം, ലൈക്ക് ഹാവ് യു ബീൻ ലോക്ക്ഡ് അപ്പ് ബിഫോർ. അപ്പോ യു ഹാവ് ഡൺ ടൈം എന്നുള്ളതിൻ്റെ മെറ്റയുടെ ആൻസർ മെറ്റ എ. ഇന്നത്തെ കാലത്ത് വലിയ ഗംഭീരമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അത്ഭുതം തന്നെ. ഞാനൊരു കോണ്ടെക്സ്റ്റ് കൊടുത്തു. ഞങ്ങൾ 4 പേര് കൂടി സംസാരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരു നാടകം ഉണ്ടാക്കി തരാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് വന്നു. ഇതൊക്കെയാണ് ഏത് അത്ഭുതം. ഇവിടെ എയെ കുറിച്ച് കൂടുതൽ വിവരമുള്ളവരുണ്ടാവും.
ഞാനിത് കണ്ടിട്ടുണ്ട് കണ്ടുള്ളി ശരിക്കും പറഞ്ഞു. അതായത് ഞങ്ങൾ 4 പേര് സംസാരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ആണ്. ആ ഓഡിയോ റെക്കോർഡിംഗ് സബ്മിറ്റ് ചെയ്തുള്ളൂ എനിക്ക്. അവർ തന്നു. അത് മെറ്റല്ല, വേറെ ഏതോ ടൂളാണ് ഏതായാലും. അപ്പോൾ യു ഹാവ് ഡൺ ടൈം ഈസ് എ കൊളോക്കിയൽ വേ ഓഫ് ആസ്കിങ് ഇഫ് someone has spent time in prison or jail. അതാണ് അതിന്റെ അർത്ഥം. ഓഫൻ ഇംപ്ലൈയിങ് they have been convicted of a crime. അതായത് ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അത് വെച്ചിട്ടാവുമ്പോൾ നമുക്കിതൊന്നും കൂടി നോക്കാം, അർത്ഥം നോക്കാം എന്താണ്. Therefore, when you members come into the world of AA on the outside, you can be sure that no one will care a fig that you have done time. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട ഒരാളാണെന്നുള്ള കാര്യം, നിങ്ങൾ പണ്ട് ജയിലിൽ നിന്നാണ് വരണമെന്നുള്ള കാര്യം ഒരാളും കണക്കാക്ക പോലും പുല്ല് വില പോലും കൽപ്പിക്കില്ല. അതാണ് വെരി ഗുഡ്, നന്നായി. താങ്ക് യു ജെയിംസ്, താങ്ക്സ് എ ലോട്ട് ഫോർ ടൈംലി ആക്ഷൻ. ഓക്കെ, അപ്പൊ ജെയിംസ് ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നതാണ് അതിന്റെ അർത്ഥം. നന്നായി. ഇനി 10:55 ഇതിൽ ആർക്കെങ്കിലും ഓക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെന്നുണ്ടാവും. 11 മണിക്ക് ഇറങ്ങും. ഓക്കെ. ഒന്നുമില്ല. ഓക്കെ, ശരി. അപ്പോ എല്ലാവരും ബൈ ബൈ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഓക്കെ, അടുത്ത ആഴ്ച കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇനിയൊരു 34 മിനിറ്റും കൂടെ ഉണ്ട്. 10:56 ആർക്കെങ്കിലും ഷെയറിംഗ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇപ്പോ അശ്വൻ സാറ് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ? കാരണം സാറ് 11 മണിക്ക് പോകും. എല്ലാ ദിവസവും ഉള്ള കാര്യമാണ്. ആർക്കെങ്കിലും ഷെയറിംഗ് മീറ്റിങ്ങോ അല്ലെങ്കിൽ സമയമുണ്ട്, നമുക്കൊരു അരമണിക്കൂറും കൂടെ സമയമുണ്ട്. മുനീറേട്ടാ, ഹലോ മുനീറേട്ടാ, പറയൂ. ഷെയറിംഗിലേക്ക് ഓടി വരൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരിക്കട്ടെ ആരെങ്കിലും? സമയം കളയണ്ടേ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. സുഹൃത്തുക്കളെ, ദൈവ കൂട്ടായ്മയിലും ഈയുടെ ആ ഒരു പാരമ്പര്യത്താലും ഇന്നേ ദിവസം പതിപ്പിക്കാനായിട്ടുള്ള ഒരു നിർവ്വാഹം തോന്നിയിട്ടില്ല. മാത്രമല്ല, സന്തോഷപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ആദ്യമേ മുൻപോട്ട് വയ്ക്കാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഒരുപാട് പാരമ്പര്യങ്ങളിലൂടെ സംസാരിച്ചു. എങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കുക. ഇപ്പോ എന്നെ സംബന്ധിച്ചോളം പല മീറ്റിങ്ങുകളിലും വരാറില്ല. മുനീർന്നുള്ള ആളിനെയൊക്കെ പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു പമ്മലായിട്ട് ഒരു കോണില് ഇരുന്ന് പോയൊരു വ്യക്തിയാണ്. ഒരു മദ്യാസക്തനും ആണ്. ചിന്താ കുഴപ്പമുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഇപ്പോഴാണ് ഒരു പകൽ വെളിച്ചത്തിലേക്ക് ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു നിർവാഹം ലഭിച്ചത്. ചുരുക്കത്തില് ഇന്ന് ആലുവയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് വന്നു. കുറച്ച് കാര്യങ്ങൾ, അതായത്
നമ്മുടെ യൂണിയൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി. അതോടുകൂടി തന്നെ എൻ്റെ കുഞ്ഞാൻ്റെ ബർത്ത്ഡേക്ക് പോലും എനിക്ക് വരാനുള്ള ഒരു നിർവാഹം ഇല്ലായിരുന്നു. ഇന്ന് എനിക്ക് ആളെ ഒന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ലഭിച്ചു. അപ്പോൾ 2 കാര്യങ്ങൾ സന്തോഷമായിട്ടുള്ള സംഗതികളാ. പിന്നെ മീറ്റിംഗ് പരമായിട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല. എങ്കിലും എത്താൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അത് ഓൺലൈൻ പരമായിട്ടാണെങ്കിലും മറ്റും. പിന്നെ ഇദ്ദേഹം സംസാരിച്ചതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എങ്കിലും അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളത് അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ വേറെ തർക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ. താങ്ക് യു വിനോദേട്ടാ, താങ്ക് യു. യെസ്. എല്ലാ മീറ്റിങ്ങിലൂടെ വരാൻ ശ്രമിക്കുക, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. അടുത്ത ആള് എത്രയും വേഗം വരിക. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ബിജോയ് ദുബായിൽ നിന്നുണ്ടല്ലോ. ബിജോയ് ഒക്കെ സംസാരിക്കാൻ പറ്റിയ സമയം സംസാരിക്കട്ടെ. പേര് വിളിക്കുന്ന നോക്കണ്ട, കേറി വാ. വിജയ് സാർ ദുബായ്. ഇവിടെ വരെ ഇപ്പൊ കുറച്ച് സമയം എന്താ, ഞാൻ ഒന്ന് ജോയ്സ് ഉണ്ട്, ജോയ്സിന് സംസാരിക്കാൻ പറ്റുമോ? നാരായണേട്ടനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു ഷെയറിങ് നടത്തും ചോദിച്ചേട്ടാ. ജോളി ചേട്ടനാ? ജോയ്സ്. ഓക്കെ. ജോയ്സ് അവൻ ചിലപ്പോ കിടക്കുമായിരിക്കും. നാട്ടിലല്ലേ ഇപ്പൊ? അതെ. അബ്ദുൽ ഖാദർ ഉണ്ട്. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, മധ്യാസത്തിനാണ് തീർച്ചയായും നമ്മുടെ കൂട്ടായ്മയിൽ ഇന്നേ ദിവസം ബന്ധിപ്പിച്ചിട്ടുള്ള എൻ്റെ പേര് ജോയ്സ്. ഹലോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ പോയി അന്ന് ചെറിയ ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് കിടന്നുകൊണ്ട് ഇത് കേട്ടോണ്ട് കിടക്കുമായിരുന്നു. ഇന്നലെ ഇതുപോലെ തന്നെ കേട്ടങ്ങ് ഉറങ്ങിപ്പോയി. എന്തായാലും എയിൽ വന്നിട്ട് പല പ്രാവശ്യം റിലാക്സ് ഒക്കെ ആയെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു എന്താ പറയണേ, ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ലെന്ന് തന്നെ എനിക്കറിയാം. നിങ്ങളുടെ എല്ലാവരും ഒരു കൂട്ടിപ്പിടുത്തവും അതുപോലെ ഈ കൂട്ടായ്മയുടെ ശക്തിയും കാരണമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാട്ടിലെത്തി പിന്നെ അന്ന് മുതൽ എല്ലാ ദിവസവും ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ പോകാനും ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. അത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും സുഖത്തിന് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്ത ആരാ പറഞ്ഞേ? സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യപാനാസക്ത രോഗിയാണ്. ആൽക്കഹോളിക് അനോണിമസിൽ അംഗമാണ്. എല്ലാവർക്കും ഒരു ബിഗ് ഹൈ. കുടിച്ചിട്ടില്ല എന്ന് പറയാൻ കുടിക്കാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുക. ഞാൻ അശോകേട്ടന്റെ സംസാരമൊക്കെ കേട്ടോണ്ടിരുന്നു, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ആസക്തരാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ മദ്യപാനിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയൻ മദ്യപാനിയായിരുന്നു. അതിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കാം ഞാനെന്തോ കുടിച്ച് അങ്ങ് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്നാലും ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് എൻ്റെ തൊടുപുഴയിൽ ഒരു രാത്രി എന്നെ ശിവചേട്ടൻ കാറിൽ കൊണ്ടുപോയി പ്രത്യാശയിൽ കൊണ്ടുപോയി നിർത്തി. അതിനുശേഷം 7 വർഷം ഞാൻ കുടിക്കാതിരുന്നു. ശിവചേട്ടൻ കാനഡ
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നെ പാതിരാത്രിക്ക് നല്ല മഴയത്ത് കാറ് കൊണ്ട് അവിടെ വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന് കൊണ്ടുപോയി അയാള്. പക്ഷെ 7 വർഷം ഞാൻ കുടിക്കായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ സ്ലിപ്പായി. പിന്നെ അതിനുശേഷം എന്നെ കൊണ്ട് പറ്റുമ്പോ 3 വർഷത്തോളമായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. കുടിക്കാതിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ മദ്യം എത്രത്തോളം ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ബോറടിക്കും എന്നറിയാം. പക്ഷെ വീട്ടില് ഞാൻ മദ്യം മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ആ മദ്യത്തിന്റെ സാമീപ്യം പോലും എനിക്ക് അത്രയും അതായത് വീട്ടില് മദ്യം മേടിച്ച് എന്റെ വീട്ടിനകത്ത് ഞാൻ കൊണ്ടുവച്ചിട്ട് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ അതിന്റെ അടുത്തൂടെ പോയാൽ മതി, എനിക്ക് ആ മദ്യം അവിടെ ഉണ്ടെന്നുള്ള സാമീപ്യം ഒരു 90 അടിച്ചതിന്റെ പെഗ് കിട്ടും. ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് കുടിക്കാനല്ലോ എന്നൊരാഗ്രഹം, അങ്ങനെ കുടിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് മദ്യത്തിന്റെ അടുത്തൂടെ പോയത് എന്റെ വൈഫിന് അറിയത്തില്ല ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ അവിടെ പോകത്തില്ല. എനിക്ക് അറിയത്തില്ല ഞാൻ എന്ത് പറയുന്നതെന്നും. മദ്യത്തിന്റെ സാമീപ്യം, മദ്യം എന്റെ ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് ഉണ്ട് എന്നുള്ളൊരു സാമീപ്യം. എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി മേടിച്ച് കുടിക്കാനൊക്കെ പറ്റും. പക്ഷെ അതല്ല എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടുന്നു എന്നുള്ള ആഗ്രഹത്തിലാണ്. കഴിഞ്ഞ ദിവസം രാജീവേട്ടൻ മരിച്ച കുറ്റിപ്പുറം രാജീവേട്ടൻ, അദ്ദേഹം യൂസഫ് അലി എന്നാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ഒന്നുകൊണ്ട് പറ്റുന്നില്ല. എന്നെങ്കിലും നാളെ ഞാൻ കുടിക്കൂലെന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെ ഞാൻ കുടിക്കാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ, നാളെ മീറ്റിംഗിൽ കയറും. എനിക്കറിയാം എന്നെ കൊണ്ട് എനിക്ക് അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. എന്നെ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താനല്ല, നല്ല ജീവിതം നയിക്കണമെങ്കിൽ ഇതിൽ കൂടെ പോയാലേ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. ആ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടാണ് എനിക്ക് പേടി. കുടിക്കാനും പേടി, കുടിച്ചു കഴിഞ്ഞാൽ കുറ്റബോധം. ഞാൻ പരിചയപ്പെടാതിരുന്നെങ്കിൽ ഞാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, ഇതെന്താണെന്നറിയാം. എന്നിട്ട് കുടിക്കുകയും ചെയ്യും. കുടിക്കുമ്പോ അടുത്തൊരു പെഗ് അടിച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ പെഗ് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. പരിചയപ്പെടാതിരുന്നെങ്കിൽ ഞാൻ കുടിച്ച് മരിച്ചേനെ. പക്ഷെ എനിക്ക് കുടിച്ച് മരിക്കാനും പറ്റുന്നില്ല, കുടിക്കാനും പറ്റുന്നില്ല. ഇതെന്തോ ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഏതാവൊരു സിനിമയിൽ പറയാൻ, ഇതൊരു നശിച്ച ജോലിയാണ്, എന്നാലും ഞാൻ കുടിക്കും. കുടിക്കാതിരിക്കാനാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശ്രീതേട്ടാ, താങ്ക് യു. എത്രയും വേഗം മദ്യത്തിൽ മാറിക്കാൻ ശ്രമിക്കുക. എല്ലാ മീറ്റിങ്ങുകളും പങ്കെടുക്കുക. ഓരോ മീറ്റിംഗാണ് നമ്മുടെ ഊർജം. എന്താണെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത ആള് വരിക. ശ്രീനുഭായി, ഞാൻ വരട്ടെ? വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു ശ്രീനുഭായി, താങ്ക് യു. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ് ദേവരൂപയിലും മത്തായ കൂട്ടായ്മയുടെ സഞ്ചരിക്കുന്നത്. ഞാനും ഇന്നേ ദിവസം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ബിജോയ്. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. ഹായ്. ശബ്ദമൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഫുൾ അടപ്പ് തന്നെയാണ്. 2 ആഴ്ചയോളായി. 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പം ഒരു നല്ലൊരു ഫ്ലൂ കടിച്ചിട്ട് അതിന്റെ ഭാഗത്ത് റിക്കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ആവുന്നില്ല. എന്താണെന്ന് അറിയില്ല. പ്രായത്തിന്റെ പ്രശ്നമായിരിക്കണം. എനിവേ, എന്തായാലും മീറ്റിംഗ് രാവിലെ തൊട്ടേ മീറ്റിംഗ് ഒക്കെ തന്നെയാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് മീറ്റിംഗ് കൂടെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഹോം ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈൻ. അത് കഴിഞ്ഞു. പിന്നെ ശേഷം കുറച്ച് നേരം ആഫ്റ്റർ മീറ്റിംഗിലേക്ക് ഇരുന്നിട്ടാണ് അപ്പൊ അതിനകത്തേക്ക് എത്തുന്നത്. ഇന്ന് ലേറ്റ് ആയി. അപ്പൊ 9:30 ആയി ഓൾമോസ്റ്റ് അത് കയറും. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ രാജീവേട്ടൻ ഒരു മരണമൊക്കെ ഇത് പെട്ടെന്ന് ചെറിയൊരു കാലം ബന്ധം മാത്രമേ ഉള്ളെങ്കിൽ കൂടി ഒരു കുറച്ച് കാലത്ത് ഒരു അടുപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ആൽക്കോഹോളിക്സ് അനോണിമസിലെ നമ്മളൊരു കണക്ഷൻസ് എന്ന് പറഞ്ഞ പോലെ. ഏത് പറയുന്നത്, എഡിക്ഷന്റെ ഓപ്പോസിറ്റ് ഇസ് നോട്ട് സോബ്രൈറ്റ്, ഇറ്റ്സ് അബൌട്ട് അഡിക്ഷൻ ഇസ് ഓപ്പോസിറ്റ് ഇസ് കണക്ഷൻസ് എന്ന് പറയും. അഡിക്ഷന്റെ അത് വൃത്തിയാണ്. കാരണം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും ആ ഒരു സുഹൃത്ത് വലയൊക്കെ ഉണ്ടാവുന്നത് ഇത് ആൽക്കോഹോളിക്സ് അനോണിമസ് കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു വേർപാടൊക്കെ പെട്ടെന്ന് ഇത്രയും കുറച്ചൊരു എഫക്ട് ചെയ്തുപോലെ തോന്നി. കുറച്ച് കൂടെ സഞ്ചരിച്ച ഒരു മദ്യാസക്തൻ സുബോധവാനായിട്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ അതൊരു ഭാഗ്യമാണ്. സുബോധവനായി മരണപ്പെടുക എന്നുള്ള എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യം നല്ലത്.
എന്നാൽ ആ ഒരു ഇത്രയും കാലം ദുബായിൽ ഇപ്പൊ ഉണ്ടായിട്ടും ഇപ്പൊ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ആദ്യമായിട്ടുണ്ട് ഒരു എംബാമിങ് ഒരു യൂണിറ്റ് അവിടെയൊക്കെ പോകുന്നത്. അവിടുത്തെ ഒരു അവസ്ഥ ഒരു പെട്ടെന്ന് ഒരു അവിടെ പോകുമ്പോഴൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ വളരെ ഒരു മരണങ്ങളൊക്കെ നടന്ന ഒരു ദിവസമായിരുന്നു അന്ന്. അത് കുറച്ച് വേറെ മരണങ്ങളുണ്ട്. അപ്പൊ അതോടൊപ്പം ഇതും കൂടി കണ്ടു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ആദ്യം നേരിട്ട് കാണുന്നതെന്നുള്ളത്. എന്തായാലും മറ്റൊന്നും ഒരു അനിവാര്യതയാണ്, അതെന്തായാലും നടക്കേണ്ട കാര്യമാണ്. അതിലൊന്നും ഇതായിട്ട് കാര്യമില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു തിരിച്ച് സുബോധാവസ്ഥയിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയൊരു സങ്കടം. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ ഭൗതികദേഹം നാട്ടിലോട്ടൊക്കെ എത്തി. അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും അതൊക്കെ തന്നെ കാണാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു DRR ഒക്കെ എന്ന് പറഞ്ഞാൽ DRR-നെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു നമ്മളെ എത്തിയിസ്റ്റിനെ പറ്റിയിട്ടാലും ഒരു റാലിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു ആൽക്കോളിക്സ് അനോണിമസിന്റെ ആത്മീയതയെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതും മറ്റൊന്നിനും പുറന്തള്ളാത്തതുമായുള്ള ഒരു ആത്മീയത. ഏത് തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരു അഗ്നേയവാദിക്കും എല്ലാം നിലനിന്ന് പോകാനും അതിൽ നിന്ന് സഞ്ചരിക്കാനും. GOD ഗോഡ് എന്ന വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഡെസ്പിറേഷൻ എന്നാവാം, ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്നാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്ന്. ഇത് മൂന്ന് എടുക്കുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാന്നുള്ളതിന് ഏറ്റവും വലിയ അതിന്റെ മനോഹാരിത. അത്തരത്തിലൊരു പ്രോഗ്രാമിന്റെ കൂടിയാണ് ഒരു ഫെലോഷിപ്പിന്റെ കൂടിയാണെന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സുബോധാവസ്ഥ നിലനിർത്താൻ കഴിയുന്നതൊക്കെ അങ്ങനെ. വീട്ടിൽ ഒരാഴ്ചയോളം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടി മീറ്റിംഗിൽ കയറും, പിന്നെ ഏതെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് രസകരമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ കണ്ടത്. ഒരു എത്തീസ്റ്റിന്റെ ഒരു റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ന്യൂ എത്തീസത്തിന്റെ ഒക്കെ അദ്ദേഹമാണ് അപ്പോസ്തലൻ, ഒരു ന്യൂ എത്തീസത്തിന്റെ. അദ്ദേഹവും വേറൊരു ലേഡി ഒരു എത്തീസ്റ്റും കൂടിയിട്ടുള്ള ഒരു അയാൻ ഇർസിയാലി എന്ന് പറയുന്ന ഒരു എത്തീസ്റ്റ്. അപ്പൊ ഇങ്ങനെ 1 മണിക്കൂറോളം ഉള്ളത്. അപ്പൊ ഇങ്ങനെ കേട്ടുകൊണ്ട് വളരെ രസകരമായിട്ട് തോന്നിയപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ആകർഷിച്ച 2-3 കാര്യങ്ങൾ നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഈ ഒരു കുറച്ച് തത്വങ്ങളല്ല നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ആ ഒരു പറയുന്ന സമയത്ത് വളരെ അടുപ്പം തോന്നി എന്നുള്ളത്. അത് ഒരു എത്തീസ്റ്റ് പറയുന്ന എത്തീസ്റ്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടിയും കൗതുകരായിട്ട് തോന്നുന്നുള്ള. ഈ ആനിസി അറിയാൽ എന്ന് പറയുന്ന ഈ ലേഡി ആക്ച്വലി അവർ മറ്റൊരു മതത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് വന്ന് നെതർലാൻഡ്സിൽ നിന്ന് വലിയൊരു ന്യൂ എത്തീസത്തിന്റെ വലിയൊരു എത്തീസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിന്റെ രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ സ്ഥാനങ്ങൾ എത്തിയത്. അവര് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിൽ അവരൊരു പ്രഖ്യാപനം നടത്തി, ഞാൻ മറ്റൊരു മതം കണ്ടെത്തി, ഞാനൊരു വിശ്വാസിയായി മാറി എന്നുള്ളത്. ഇത് വലിയൊരു ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു എന്നുള്ള എത്തീസ്റ്റുകളുടെ ഇടയിൽ. അത്ര കാലം ഒരു എത്തീസത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാറുമ്പോൾ അത് വലിയൊരു പ്രകമ്പനം തന്നെയാണ് ആ ഒരു മേഖലയിൽ, ആ പ്രത്യേക സമൂഹത്തിലെ ആൾക്കാർക്ക്. അത് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും വലിയ രസം. അതിലാണ് നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിൽ അവരോട് ചോദിക്കുന്നു, അതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്ര കാലം നിങ്ങൾ ഈ എത്തീസത്തിനൊക്കെ പറഞ്ഞു നടന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു വിശ്വാസത്തിലേക്ക് മാറാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നത്. കുറെ കാലങ്ങളായിട്ട് ഞാൻ മാനസികമായിട്ട് വളരെയധികം ഡിപ്രഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കുറേ കാലങ്ങൾ പുറത്തെനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ തെറാപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കുറെ കാലങ്ങൾക്ക് കുറച്ച് സെഷൻസ് ശേഷം അവരെന്നോട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബാങ്ക്രപ്സിയാണ് അനുഭവപ്പെടുന്നത്. സ്പിരിച്വൽ ബാങ്ക്രപ്സി എന്ന വേർഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവർ അതിന്റെ പരിഹാരം അവർ പറഞ്ഞു, യു ഹാവ് ടു പ്രേ. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വരുമെന്ന് നമുക്ക് നോക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു അവരോട് പറയും. അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി, പ്രാർത്ഥനയിൽ കൂടെ കണ്ടെത്തും എനിക്ക് ഒരു വിശ്വാസം, എന്തോ ഒരു ആത്മവിശ്വാസം എന്നിൽ പറയുന്നു, എന്നേക്കാൾ വലിയൊരു ശക്തി, പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ്. ഈ വാക്കും കൂടി അവർ ഉപയോഗിക്കുന്നതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ആ ഒരു ശക്തിയെ ഞാൻ അറിയാതെ ഞാൻ കണ്ടെത്തും. എന്റെ പ്രശ്നങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ മാനസികമായിട്ട് വളരെയധികം വിടുതൽ നേടുന്നു എന്ന് അവർ പറയുന്നു. ഈ 3 വാക്കുകൾ വളരെയധികം അടുപ്പം തോന്നിയ എന്നും നമ്മൾ ആൽക്കോളിക്സ് അനോണിമസ് കേൾക്കുന്ന വാക്കുകൾ ഇത് തന്നെയാണ്. അപ്പൊ ഒരു വിശ്വാസി അവിശ്വാസി ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വഴികൾ നമ്മൾ നോക്കണം. ആ ഒരു ആത്മീയമായിട്ട് ഹോൾ ഇൻ യുവർ സോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പോ വലിയൊരു വിടവ് ഉണ്ട് നമ്മൾക്ക്. ആ ഒരു സ്പിരിച്വൽ ബാങ്ക്രസി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതൊരു മദ്യാസക്തി അനുഭവപ്പെടുന്ന കാര്യമാണ്. അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചു വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ വിശ്വാസത്തിലേക്ക് വന്നത് ഇത്തരം കാര്യങ്ങളിലും കൂടെ ഇന്നും അവർ തുടർന്നു പോകുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ എനിക്ക് അവർ പറയുന്ന മറ്റൊരു കാര്യം, എനിക്ക് ഇതേപോലെ വെള്ളി വെളിച്ചങ്ങളോ ഇത് പെട്ടെന്നുണ്ടായ സഡൻ റെവലേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് വന്നത് ഇങ്ങനെ തന്നെയാണ്. ക്രമേണ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ആത്മവിശ്വാസം കൂടി, എനിക്ക് കൂടെ ഒരാളുള്ളത് പോലെ തോന്നി എന്നുള്ള
ഇത് തന്നെയാണ് ഒരു വിശ്വാസി അവിശ്വാസിയോ ഒരു ആജ്ഞേയവാദിക്കോ ഒക്കെ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നാൽ സംഭവിക്കുന്നത്. ഇതിലൂടെയുള്ള യാത്ര നമുക്ക് ആരോ ഉണ്ട് എന്ന് തോന്നൽ, കൂടെയുള്ള ഒരു പറ്റ ആളുകളായിരിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം ഇവിടെ വന്ന ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിങ്ങിൽ കയറി എൻ്റെ മനസ്സിൽ തുറന്നു കഴിഞ്ഞ് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആത്മവിശ്വാസം അതാണ്. എൻ്റെ കൂടെ ആരെയുണ്ട്, കുറെ പേരുടെ കൂടെയാണ്, എന്നെ സമാന മനസ്കരായ ആളുകളുടെ കൂടെയാണ് ഈ മനോഹരമായിട്ടുള്ള എന്നോട് പറയുന്നത്. ഈ ആൽക്കോളിക്സ് അനോണിമസിൽ പറയുന്ന പോലെ ആൽക്കോളിസം മരുന്നില്ലെങ്കിൽ മരുന്നുണ്ട്, പക്ഷെ ചുവട്ടിൽ കൂടിയാണ് എടുക്കണം എന്ന് പറഞ്ഞല്ലേ മറ്റുള്ളവരെ ഞാൻ കേൾക്കാൻ ശ്രമിക്കുക, എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ കൂടെ. അതുകൊണ്ട് എന്നെ കേൾക്കാൻ ഈ മീറ്റിങ്ങിന്റെ റൂമിലോ അവരെ കേൾക്കാൻ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും നമ്മുടെ ഒരു ഡെയിലി റിഫ്ലക്ഷനിൽ ഏതൊരു ദിവസത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ പറയുന്ന പോലെ ഇത്തരം ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് ആൽക്കോളിക്സ് അനോണിമസ് സംബന്ധിച്ച്, അല്ലാണ്ട് വേറെ മാജിക്കുകളൊന്നുമല്ല. ഇത് ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ ഇസ് ഡെഡ്. കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു, എല്ലാ മതത്തിലും പറഞ്ഞു വരുന്ന കാര്യം തന്നെ കർമ്മം തന്നെയാണ് ഏറ്റവും മുഖ്യം. ഇല്ലാതെ വെറുതെ ഇരുന്ന് ആ വിശ്വാസത്തിന് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിലൂടെ പ്രവർത്തിക്കുക എന്നല്ല ഒന്നാമത്തെ പടിയിൽ നമ്മളോട് പറഞ്ഞു വരും, നമ്മളെ പ്രോബ്ലം എന്താ മനസ്സിലാക്കി തന്ന പ്രോഗ്രാം. രണ്ടാമത്തെ പടിയിൽ അതിന്റെ സൊല്യൂഷനും പറഞ്ഞിരുന്നു, ഇന്നതാണ്, നീ പവർലെസ് ആണ്, നിന്നെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ നിന്നെ സുബോധം തിരിച്ചെത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. അതിന് വേണ്ട മാർഗങ്ങളെ ബാക്കിയുള്ള 10 പടികൾ, എങ്ങനെയാണ് ഞാൻ ആ ശക്തിയെ കണ്ടെത്തുക എന്നുള്ള മാർഗങ്ങൾ ബാക്കി 10 പടികൾ നമ്മളോട് പറഞ്ഞിരുന്നത്. അത് പ്രവർത്തനങ്ങൾ കൂടെ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം അതിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഇന്ന് സുബോധവാനാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീനു, താങ്ക് യു. താങ്ക് യു. താങ്ക് യു വിജയ്, താങ്ക് യു. വളരെ നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. അടുത്ത ആരാണ്? ശ്രീനു ചേട്ടാ, ഞാൻ സംസാരിച്ചോട്ടെ? ആ, തീർച്ചയായിട്ടും. മനീഷേട്ടാ പറയൂ. സുഹൃത്തുക്കളെ, ഞാൻ ഒരു അമിത മദ്യസക്തി രോഗിയാണ്. ദൈവകൃപയാലും ഏയുടെ കൂട്ടായ്മയാലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് മനീഷ്. ഹായ്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ശരിക്കും ഞാന് ഇപ്പം ശ്രീധേട്ടന്റെ വർത്തമാനം കേട്ട് ഞാൻ എന്റെ പഴയ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. കാരണം ഞാൻ ഏലിപ്പം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഏയിലൂടെ സഞ്ചരിച്ചു. ഈ പറയുന്ന എന്റെ കൂട്ട് 1.5 വർഷം സോബറായിട്ടിരുന്നു. 1.5 വർഷം 40ാമത്തെ വയസ്സിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഇപ്പൊ എനിക്ക് 44 വയസ്സ് കഴിഞ്ഞു. അന്നേരം ഞാൻ ശരിക്കും മുട്ടി എന്ന് വെച്ചാൽ അതിന് മുമ്പിട്ട് 3 ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. അതിനുശേഷം വന്നതിന് ശേഷമാണ് ഞാൻ മദ്യപാന രോഗിയാന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ ഒന്നര വർഷം ഞാൻ ഏയിലൂടെ സഞ്ചരിച്ചു. ആദ്യത്തെ ഒരു ടോക്കൺ വാങ്ങിച്ചു. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞപ്പം മീറ്റിങ്ങുകളൊക്കെ കുറഞ്ഞു. പിന്നെ എൻ്റെ ഒരു പ്രത്യേക കുടിച്ചു. അതിനുശേഷം ഞാൻ ഈ ശ്രീധേട്ടൻ 7 വർഷം കുടിക്കായിരുന്നു, ഞാൻ 1.5 വർഷം കുടിക്കായിരുന്നു. അതിനുശേഷം ഞാൻ കുടിച്ചത് ഒരു 3 ആഴ്ചയെ ഞാൻ കുടിച്ചുള്ളൂ. ആ 3 ആഴ്ച ഞാൻ കുടിച്ചത് എനിക്ക് തന്നെ അറിയത്തില്ല അത് എന്തൊരവസ്ഥയിലാണ് എന്നെ കൊണ്ടുപോയത്. ശരിക്കും അതിനുശേഷം എനിക്ക് ഒറ്റ ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ, ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത് സത്യസന്ധതയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു, എൻ്റെ ഉള്ളിലെ ആ ദൈവീകത പോയി. അതിനുശേഷം ഞാൻ ശരിക്കും ഒരു മരണത്തിന്റെ വക്കിലായിരുന്നു. ശരിക്കും അന്ന് ഞാൻ അതിനുശേഷം എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഞാൻ വന്ന് കുടിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ എനിക്കന്ന് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഈ സൂം മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും എനിക്കത് ഉപയോഗിക്കാനോ എടുക്കാനോ, പക്ഷെ എങ്കിൽ ഫിസിക്കൽ മീറ്റിങ്ങിനൊക്കെ അതിന് മുമ്പിട്ട് പോവാൻ. പിന്നെ അതിനുശേഷം ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നങ്ങും എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. ശരിക്കും ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പം അന്ന് ശ്രീധേട്ടനെ ശിവചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി മീറ്റിങ്ങിന് കൊണ്ടുവന്നാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ മീറ്റിങ്ങിലൂടെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെ. അതിനുശേഷം ഞാനൊരു ദിവസം രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല, ഓരോ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഇദ്ദേഹത്തിനെ വാട്സാപ്പിൽ വിളിക്കുക, ഈ ശിവചേട്ടനെ, കാനഡയിൽ. അന്നേരം ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ ഇതേ അവസ്ഥ ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഇതേപോലൊരു അവസ്ഥയാണ് ഞാൻ. അന്നേരം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒന്നും വേണ്ട, നീ മീറ്റിങ്ങിന് കയറിക്കോ, നീ കയറാൻ വേണ്ടി ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എഴുന്നേക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും വയ്യാത്ത ഞാൻ ഇരുട്ടിനകത്ത് കിടക്കുക, ഇരുട്ട് മുറിക്കകത്ത് കിടക്കുക. എനിക്ക് ലൈറ്റ് ഇടുന്നത് പോലും പേടിയാണ്.
വീടിനകത്താ കിടക്കുന്നത്, പക്ഷെ എങ്കിൽ പോലും കുടിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ അന്ന് ഇദ്ദേഹം പറഞ്ഞ് മീറ്റിങ്ങിന്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് കയറി കാണാം എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് ഈ മിഡ് നൈറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞതും ജോല എന്ന് പറഞ്ഞ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അന്നേരം ഞാൻ ആദ്യമായിട്ട് മിഡ് നൈറ്റ് സ്റ്റാർസിലാണ് ഞാൻ കയറുന്നത്. അന്ന് എന്നെ സഹായിച്ച ഇതേപോലെ ഒരു പിടി ആൾക്കാരുണ്ടായിരുന്നു. ഈ ജോൺ സൈട്ടനുണ്ട്, കാനഡ ജോൺ സൈട്ടനുണ്ട്, ഒരു ചെറിയ ചാൻ എന്ന് പറഞ്ഞൊരു ഒരു ചാൻ, അവിടെ അദ്ദേഹം പുറത്തുള്ള, ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ ഒരു ബിനിച്ചേട്ടനുണ്ട്. നേരം ഇവരെല്ലാം എനിക്ക് പറഞ്ഞു തന്ന ആശ്വാസം. എന്റെ മനസ്സിനായിരുന്നു പ്രശ്നം. മനസ്സ് ആകെ കലുഷിതമായിരുന്നൊരു മനസ്സിൽ എനിക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്നാ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആകെയുള്ള രക്ഷയുണ്ടായിരുന്നു, അതും പോയി. എനിക്ക് അതിൽ പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ആ ദൈവത്തെ കണ്ടെത്താനും പറ്റുന്നില്ല. അന്നേരം അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ആ മീറ്റിങ്ങിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം ഞാൻ രാപ്പകലില്ലാതെ മീറ്റിങ്ങും പിന്നെ അതേപോലെ തന്നെ ഇവരെല്ലാം കൂടെ കണ്ടക്ട് ചെയ്ത വാട്സാപ്പിന്റെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കയറി. പക്ഷെ എനിക്കിത് ശ്രദ്ധിക്കാനൊക്കെ കുറച്ചൊക്കെ പറ്റുന്നുള്ളൂ. എങ്കിലും ഞാൻ മയക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മയങ്ങുന്നെങ്കിൽ മയങ്ങിക്കോ, ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് പേടിയാവുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് പേടിയാവുന്നുണ്ട്, എനിക്ക് സ്ട്രോക്ക് വരുമെന്ന് പേടിയാവുന്നുണ്ട്, എനിക്ക് കൈക്കൊക്കെ പെരുപ്പാവുന്നു, എനിക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥ. അന്നേരം ഇതൊന്നും സംഭവിക്കത്തില്ല, നീ പറയുന്നത് കേക്ക്, മീറ്റിങ്ങിനകത്ത് കയറി ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കാം. അങ്ങനെ ഞാൻ 3-4 ദിവസം ഇതിനകത്തൂടെ അങ്ങനെ ആ ദിവസങ്ങൾ അങ്ങ് പോയി. ഞാൻ 3-4 ദിവസം കുടിക്കാതിരുന്നു, വീട്ടിനകത്ത് തന്നെ ആയിരുന്നു. 5ന്റെ അന്ന് ഈ പറയുന്ന എൻ്റെ കൂട്ട് മാത്യു ഫിലിപ്പോ സാറും ഹണി മാത്യു എന്ന് പറഞ്ഞ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. അന്നേരം ഇവരെല്ലാം കൂടെ എന്നെ വന്നു മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും വീണ്ടും ഇല്ലെങ്കിൽ ഞാൻ എയിലോട്ട് വരത്തേയില്ല. എനിക്ക് ഇവരെ കാണാനോ ഇവരെ സംസാരിക്കാനോ, മാത്യു ഫിലിപ്പോ സാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് തുടക്കത്തിൽ ഒരു പൊടി പിള്ളേരെ കൊണ്ടുപോകുന്നതിന്റെ കൂട്ടായിരുന്നു എന്നെ ആദ്യത്തെ 90 മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയത്. എനിക്ക് അവരോടൊക്കെ ഞാൻ കാണിച്ച ശരിയാണോ എന്നൊക്കെ ആലോചിച്ച ഗിൽറ്റി ഫീലിംഗ്, സെൽഫ് പിറ്റിയും എല്ലാം കൂടെ വന്ന് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബിജോയ് ചേട്ടൻ പറഞ്ഞതിന്റെ കൂട്ടാ, നമ്മൾ ആ ഹയർ പവറിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ എപ്പോഴും തമ്പി സാറ് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിനെ ആസ്പെക്ട് ചെയ്ത് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഡെഫിനറ്റ്ലി അതിന്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ശരിയാ, ഞാൻ ശരിക്കും ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഈ മീറ്റിങ്ങുകളിൽ, പക്ഷെ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് തന്നെ പോയി. പക്ഷെ ആദ്യത്തെ 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന്റെ കൂട്ട് മനുഷ്യന് തീരെ ഒരു കാരണവശാലും ഈ പറയുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. അവിടാണ് ഈ പറയുന്ന ഹയർ പവർ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന ഏല ദൈവം എന്ന ആ ശക്തി എനിക്ക് വീണ്ടും ആ വഴി തുറന്ന്. ഇപ്പൊ ഞാൻ ആ മീറ്റിങ്ങിലൂടെ വീണ്ടും പോന്ന് ഇന്നിപ്പോ 1006 ദിവസങ്ങളായി. ശരിക്കും എനിക്ക് ശ്രീധരന്റെ അടുത്ത് പറയാൻ ഇത്രേ ഉള്ളൂ, ഇതേപോലെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വീണ്ടും ആ മുട്ടുപ്പായി നിന്ന് ആ സർവശക്തന്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം ആ വഴി തുറന്ന് ഓരോ ദിവസം പോകുന്നു. ഇങ്ങനെ സമാധാനം ഏറ്റവും ഭൂമിയിലെ ഞാൻ ഈ ഏയിലൂടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം മനസമാധാനം, 2 ആരോഗ്യം, 3 തിരിച്ചറിവ്. ഈ 3 കാര്യങ്ങളാണ്. ഈ തിരിച്ചറിവെന്ന് പറയുന്ന കാര്യത്തിലാണ് മനീഷ് എന്ന് പറയുന്ന ഞാൻ കുടിയനാണ്, കുടിയുടെ അസുഖമുള്ള ഒരാളാണ്. ആദ്യത്തെ ഒരു തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും അസുഖക്കാരനാവും. അത് പിന്നെ അവന്റെ മരണത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇപ്പോഴും ഏല് പിടിച്ചിരുത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പ്രോഗ്രാമേ ചാർട്ട് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, തമ്പുരാനെ ഇന്നത്തെ ദിവസം പരാശ്രയം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയത് ഞാൻ അങ്ങയുടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. 2, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയുടെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി എന്റെ കരങ്ങൾക്ക് ബലം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ദൈവം ഏൽപ്പിക്കുന്നതിന്റെ കൂട്ട് ആ ജോലികളെല്ലാം ചെയ്യും. വൈകിട്ട് വന്ന് കുളിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് കിടക്കാൻ നേരത്തും പ്രാർത്ഥിക്കും. പിന്നെ ഈ പറയുന്നതിന്റെ കൂട്ട് മീറ്റിംഗ്, പലപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ സംസാരിക്കാം, കാരണം വെച്ചാൽ ടയേർഡായിട്ടായിരിക്കും ഒക്കെ വരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇന്ന് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് തുറന്ന് ഞാൻ ചേട്ടന് വേണ്ടി, ശ്രീധേട്ടന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ എങ്കിൽ പോലും ശ്രീധേട്ടൻ ഇപ്പം കടന്നു പൊക്കോണ്ടിരിക്കുന്ന ആ വഴി എന്തുവാന്ന് എനിക്ക് വ്യക്തമാണ്. കാരണം ഞാൻ അതേപോലെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്.
ഞാൻ അങ്ങനെ പോയി. പക്ഷെ ഈ മീറ്റിംഗ്, ഈ മിഡ് നൈറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഈ മീറ്റിംഗ്, എല്ലാ മീറ്റിങ്ങിലും ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വീണ്ടും ആ ഫിസിക്കൽ മീറ്റിങ്ങിലോട്ട് പോയത് പോലും ഈ മീറ്റിംഗ്. ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ദൈവതുല്യമായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് ചേട്ടൻ വിശ്വസിച്ചാട്ട്, ചേട്ടൻ പ്രാർത്ഥിച്ചാട്ട്, ഡെഫിനറ്റ്ലി ദൈവം അതിൽ പ്രവർത്തിക്കും. തരം നിങ്ങളുടെ എല്ലാ സുഖദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ സുഖദൈവത്തിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനി ചേട്ടാ, താങ്ക് യു. താങ്ക് യു മനുഷ്യേട്ടാ, താങ്ക് യു. വളരെ നല്ല ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. അടുത്ത ആരാണ്? നമുക്ക് ഇനി ഒരു 7 മിനിറ്റും കൂടി ഉണ്ട്. വേഗം വരിക. നമുക്കൊരു 7 മിനിറ്റും കൂടി ഉണ്ട്. ജോയ്സൺ ചേട്ടാ, തേങ്ങ വെച്ച് വിളിച്ചായിരുന്നു. ഫ്രാൻസിസ് ചേട്ടാ, ആരാ ഉള്ള ഫ്രീ ആയിട്ടുള്ള ആരാ ഉള്ള? ആൻസി ചേട്ടന് ഫ്രീ ആണോ? നാരായണേട്ട വരുന്നില്ലേ ശ്രീകണ്ഠാപുരം? ആ, അവിടെ തോമസ് ചേട്ടനുണ്ടല്ലോ. തോമസ് ചേട്ടൻ ഫ്രീ ആയിരിക്കില്ല അല്ലെ? തോമസ് ചേട്ടൻ USA. നമുക്കിനി 5 മിനിറ്റ് കൂടെ ഉള്ളു. ആരെങ്കിലും വാ, ഒരു ഷെയറിങ്ങിന് സമയമുണ്ട്. വന്നല്ലോ, ആര് വന്നു? ജോളി ചേട്ടനോ? ജോലി ചേട്ടൻ വിഷയ. ആഹാ. ആൻസി ചേട്ടനുണ്ട്, ആൻസി ചേട്ടൻ. ഹരിച്ചേട്ടാ, ഇപ്പൊ ആരെങ്കിലും മനസ്സിലായില്ലേ വായോ? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും മിഡ് നൈറ്റ് സ്പീക്കർ മീറ്റിംഗ് വെക്കണേന്ന്? ഇതാണ് പരിപാടി. ആരും വിളിച്ചതല്ല. ഓക്കെ, ഞാൻ വരാം. ഞാൻ രവിത മദ്യപാനരോഗിയാണ്. ദൈവത്തിന്റെ എന്നാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ചേട്ടാ, എല്ലാവർക്കും ഹായ്. ഏതായാലും ശിവട്ടാ. എല്ലാവരും ഷെയറിംഗ് ഒക്കെ കേട്ടു. ഹായ് ബിജോയ്, എല്ലാവരുടെയും ശ്രീജിത്തിന്റെ ഒക്കെ ഷെയറിംഗ് കേട്ടു. ശ്രീജിത്ത് പ്രത്യേകിച്ച് ബെവ്കോ അല്ലെങ്കിൽ മദ്യഷാപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണും. കാരണം എപ്പോഴും മദ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ 5 സെൻസ് വഴിയാണല്ലോ നമുക്കിത് ഇതിനകത്തേക്ക് അപ്രോച്ച് കിട്ടുന്നത്. അതായത് മണം, രുചി, കാഴ്ച, കേൾവി, സ്പർശനം. ഈ ഇതിലേതെങ്കിലും ഒരു സംഗതി നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മദ്യമായിട്ടൊരു കണക്ട് ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് നമ്മളോട് പലപ്പോഴും തുടക്കത്തിൽ നിന്നല്ല, ഞാനിപ്പോ 17ാമത്തെ വർഷത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴും ഞാൻ പോകാറില്ല അധികം. മദ്യമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ഞാൻ അധികം പോകില്ല. പക്ഷെ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മറ്റൊരു കാര്യമുള്ള സത്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ബാറിൽ ജോലി ചെയ്യണവരും ബ്രാൻഡിക്കടയിൽ ജോലി ചെയ്യണവരൊക്കെ ആൽക്കോളിക് അനോണിമസിന്റെ ഉള്ളിൽ അംഗങ്ങളാണ്. ഇവിടെ ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും ഈ ബാറിൽ ജോലി ചെയ്യുന്ന വെയിറ്റേഴ്സ് ഒക്കെ ഇവിടെ വരാറുണ്ട്. അവരൊക്കെ അംഗങ്ങളാണ്. നന്നായി ഇതെല്ലാം സെർവ് ചെയ്തതിനു ശേഷം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അത് അവർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോ മറ്റ് കാരണങ്ങളാണ് എന്റെ പ്രശ്നം. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലം, ഞാൻ ചെയ്യുന്ന ജോലി, എന്റെ ഭാര്യ, അല്ലെങ്കിൽ നമ്മൾ പറയും പീപ്പിൾ പ്ലേസ് തിങ്സ് എന്ന്. ആളുകളാണ്, സാഹചര്യങ്ങളാണ്, സ്ഥലങ്ങളാണ് എന്റെ പ്രശ്നം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൽക്കോളിക് അനോണിമസ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് പ്രോബ്ലം എന്ന് പറയുന്നത് ആണ്, ഞാനാണ്, എനിക്കാണ് പ്രശ്നം, ഞാനാണ് പ്രശ്നം. ഈ പുറമേയുള്ള എന്ത് കാര്യങ്ങളും പറയും. ഇപ്പം ഒരു ഭാര്യനെ കളഞ്ഞ് അടുത്ത ഭാര്യനെ കെട്ടിയാലും ഞാൻ മാറുന്നില്ലെങ്കിൽ പ്രശ്നം അവിടെ നിലനിൽക്കും. അപ്പൊ പ്രോബ്ലം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞു. പ്രോബ്ലം ആരാണ്? ഷിബു ആണ്. അപ്പൊ പ്രോബ്ലമായ ഷിബുവിന് അത് സൊല്യൂഷനിലേക്ക് എത്തിക്കണമെങ്കിൽ 12 പടികളിലൂടെയുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കാനാണ് പറയുന്നത്. നമ്മളോട് സൊല്യൂഷൻ എന്ന് പറയുന്നത് 12 പടികളാണ്. നമ്മളത് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലും ഓരോന്ന് ഓർഡർ അനുസരിച്ചാണ് ഇട്ടേക്കുന്നത്. 1 പടിയായിട്ടുള്ള മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ നന്നായി ബാധിച്ചു എന്ന് പറയുന്നത് മുതൽ 12 പടിയായിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കുക, എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്നൊക്കെ ഉള്ള 12 പടി വരെയുള്ള ഒരു ഓർഡറിലാണ് പോയിരിക്കുന്നത്. ആ ഓർഡറിന് ഒരു കാര്യമുണ്ട്. 1 പടിയിൽ നമ്മൾ അംഗീകരിക്കണം, 2 പടിയിൽ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരണം, 3 പടിയിൽ മൈ വിൽ, എന്റെ ആഗ്രഹങ്ങളെ ഞാൻ ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് വിട്ടുകൊടുക്കണം, 4 പടിയിൽ ഒരു
ധാർമ്മികമായ കണക്കെടുപ്പ് എടുക്കണം, 5-ാം പടിയിൽ മറ്റൊരാളോട് സംസാരിക്കണം, 6-ാം പടിയിൽ എന്റെ വൈകല്യങ്ങൾ മാറ്റിത്തരുന്നതിനായിട്ട് ഞാൻ തയ്യാറാകണം, 7-ാം പടിയിൽ വൈകല്യങ്ങൾ മാറ്റാനായി പ്രാർത്ഥിക്കണം. അങ്ങനെ തുടങ്ങി 8, 9 പടികൾ അമൻസുകളും പിന്നെ 10, 11, 12 പടികളിലൂടെ ഡെയിലി മെയിൻ്റെനൻസ്. ഇപ്പൊ ഇന്ന് ബിജോയ് പറഞ്ഞു, അശോകൻ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. ഡെയിലി ഡെയിലി റിപ്രൈവ് ആണ് നമുക്കുള്ളത്. ദൈനംദിന ആത്മീയ സുസ്ഥിതി, ആ വാക്കാണ് മലയാളത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദൈനംദിന ആത്മീയ സുസ്ഥിതി. അതായത് ഒരാൾ ഒരു ദീർഘകാലമായി സഞ്ചരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരുപാട് കാലം ആളുകൾ ഒരുപാട് മീറ്റിംഗ് കൂടിയത് കൊണ്ടോ അതൊന്നും വലിയ കാര്യമില്ലെന്നല്ല, അയാൾക്കത് പ്രയോജനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 1 day at a ടൈം ഡെയിലി റിപ്രൈവ് ആണ്, അല്ലെങ്കിൽ ഒരു ആത്മീയ സുസ്ഥിതിയാണ്. അതാണ് പൊതുവായിട്ട് വിവരിക്കുക. പലപ്പോഴും ഈ റിക്കവേർഡ് എന്നൊക്കെയുള്ള വാക്കുകൾക്കൊക്കെ പലപ്പോഴും ഒരു തർക്ക വിഷയങ്ങളിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് സബ്ജക്റ്റ് ആയിട്ടൊക്കെ അതൊക്കെ പലപ്പോഴും വരാറുണ്ട്. എന്താ ഞാൻ റിക്കവേർഡ് ആണ്, മറ്റൊരു റിക്കവറിങ് ആണ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഞാൻ റിക്കവറിങ് അല്ല റിക്കവേർഡ് ആണ് എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബുക്കില് ആദ്യത്തെ 100 പേര് റിക്കവേർഡ് ആണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് കഥകളൊക്കെ വായിക്കുമ്പോൾ, വ്യക്തികഥകളൊക്കെ വായിക്കുമ്പോൾ 2-ാമത്തെ എഡിഷനിലും 3-ാമത്തെ എഡിഷനിലും അതിനകത്ത് പല ആളുകളുടെയും കഥകളില്ല. എവിടെ പോയി ആ കഥകൾ? കാരണം ഹാങ്പി ഉൾപ്പെടെയുള്ള പലരും വീണ്ടും സ്ലിപ്പായി. 7 മന്ത് സ്ലിപ്പായി. 7 മാസം കൂടി അല്ല, അദ്ദേഹത്തിന്റെ കഥയുടെ പേര് തന്നെ 7 മന്ത് സ്ലിപ്പർ എന്നാണ്. നമുക്കറിയാം, ഡോക്ടർ ബോബിന്റെ മോളെ കല്യാണം കഴിച്ച ആള്. അപ്പോ ഇങ്ങനെ ഈ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും ക്വസ്റ്റ്യനുകൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും വലിയ സ്ഥാനങ്ങൾ കൊടുക്കാതെ, അതൊക്കെ ബാറിലിരുന്ന് നമ്മൾ ഒരുപാട് കാലം ഈ തർക്കത്തിലും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചും അതിന്റെ മേളിൽ കുത്തിയിരുന്നും ഒക്കെ സമയം പാഴാക്കിയതാണ്. ഇപ്പൊ നമുക്ക് സമയമില്ല. രാജേഷ് ചേട്ടന്റെ കാര്യം പറഞ്ഞു, 1.5 വർഷമായുള്ളൂ അതിൽ വന്നിട്ട് അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. മരണം അനിവാര്യമാണ്. മരണം ലോകത്തെല്ലാവരും ജീവിച്ച് ഇങ്ങനെ നിവർന്ന് നിന്നാല്, അല്ലെങ്കിൽ മരിക്കാതിരുന്നു കഴിഞ്ഞാല് ലോകത്ത് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയാം. ഈ മരിച്ചുപോയവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് നമുക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് പറയാ. അപ്പോ മരണമൊക്കെ വരും, പല രീതിയിലും വരും. പക്ഷെ ഈ അമ്മേരാണ് ഈ ഡെയിലി റിപ്രൈവ്, ദൈനംദിന ആത്മീയ സുസ്ഥിതിയിൽ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോട് കൂടിയോ, നമ്മൾ വ്യത്യസ്ത ആണ് അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് ആണ്, എന്തോ ആയിക്കോട്ടെ, ആർക്കും ഒരു ഹയർ പവറിൽ, ഈ ഒരു പ്രപഞ്ചത്തെ ഒരു ഹയർ പവർ ആയിട്ട് വിശ്വസിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ ഇംഗ്ലീഷ് കൂട്ടായ്മയിലൊക്കെ ഉണ്ട്. ഒത്തിരി പേരുണ്ട്. അവരവരുടെ ഈ പ്രപഞ്ചത്തെയാണ് അവർ നടക്കുമ്പോഴും അവര് പുഷ്പങ്ങൾ വിരിയുന്നതും കിളികൾ ചലയ്ക്കുന്നതും തടാകത്തിലൂടെ പക്ഷികൾ പറക്കുന്നതും ഒക്കെ കണ്ടൊക്കെ അവർ വർണ്ണിക്കാറുണ്ട്. അപ്പൊ എന്തൊരു അത്ഭുതമാണ് ഈ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരതിനെയാണ് ഒരു ശക്തിയായിട്ട് കാണുന്നത്. അപ്പൊ എന്തു ആയിക്കൊള്ളട്ടെ, ബിജോയ് പറഞ്ഞ പോലെ ഗോഡ് എന്നുള്ള വാക്കിന് ഇവിടെ ഗോഡ് വേർഡിന് വലിയ നമ്മൾ തർക്കത്തിന് നിൽക്കാറില്ല. ഒരാൾ പറയാണ് എനിക്ക് ഇന്ന ദൈവമാണ് വിശ്വാസം, ഓക്കെ. മറ്റൊരാൾ പറയണം മറ്റൊരു ദൈവത്തിനോട് വിശ്വാസം, ഓക്കെ. കാരണം നമ്മളിവിടെ അത് പറയാറില്ല പൊതുവെ. ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു മീറ്റിംഗിലും ദൈവത്തിന്റെ കാര്യത്തെ ചൊല്ലി നമ്മൾ തർക്കത്തിലേക്ക് വരാറില്ല. കാരണം ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, ദൈവം ഷിബു മനസ്സിലാക്കുന്നത് പോലെ, ഗോഡ് ആസ് ഷിബു അണ്ടർസ്റ്റുഡ് ഹിം, ഷിബു മനസ്സിലാക്കുന്നു. എന്തോ ആയിക്കോട്ടെ, ഷിബുവിന്റെ അറിവ് എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ അപര്യാപ്തമായിരിക്കാം, മറ്റൊരാൾ ചിന്തിക്കുന്നത് ഇത് വളരെ അപര്യാപ്തമാണെന്ന് ചിന്തിച്ചേക്കാം, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വിശ്വാസത്തെ ബഹുമാനിക്കുകയാണ്. നമ്മൾ അവിടെ തർക്കത്തിനോ ചോദ്യം ചെയ്യലുകൾക്കോ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്കൊരു അവസരം തന്നതിന് നന്ദി ശ്രീനി. താങ്ക് യു. നമ്മുടെ മീറ്റിംഗിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഇന്ന് മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഷെയർ ചെയ്ത എല്ലാവരോടും വളരെയേറെ നന്ദിയുണ്ട്. നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. ഏയുടെ വാഗ്ദാനങ്ങൾ? നമ്മുടെ പുരോഗതിയുടെ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അന്തരപരാന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമോൾ താഴ്ത്തു പോകേണ്ടുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തതാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ കൈകളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടെ നമ്മുടെ മനോഭാവം കാഴ്ചപ്പാടും മാറും. ആളുകളെ കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടയിടും. നമ്മളെ അന്താളിച്ചിരുന്ന സാഹചര്യങ്ങൾ
ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവസാനമാക്കപ്പെടുന്നു. പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോളിച്ചേട്ടാ ഉണ്ടായിരുന്നു. ജോളിച്ചേട്ടാ ജോളിച്ചേട്ടാ ഇല്ലേ? ഞാൻ പ്രാർത്ഥിക്കാം. ആ ഓക്കെ. റോമൽ ഭായി കമാൺ. ദൈവമേ, ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാൻ മാറ്റാൻ പറ്റാത്തവയെ പറ്റാത്ത സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള മനസ്ഥിതിയും പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. Keep coming back. Please come back. You work it. Thank you. താങ്ക് യു വിജയ് ചേട്ടാ. താങ്ക് യു. നല്ല ഷെയറിംഗ് ആയിരുന്നു. ഓക്കെ താങ്ക് യു. ജോളി ചേട്ടാ ഓക്കെ ഓക്കെ.